ഗാർഡ് തടികൾക്കിടയിലൂടെ നടന്നുപോയി. അല്പം കഴിഞ്ഞ് മടങ്ങിയെത്തുമ്പോൾ അര ബക്കറ്റോളം വെള്ളവും ഒരു മഗ്ഗും കടലാസുപൊതിയും കയ്യിലുണ്ടായിരുന്നു. ബക്കറ്റ് താഴെ വെച്ചിട്ട് അയാൾ അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ സുരേഷ് കുമാറിനെയും റേഞ്ചർ ബെഞ്ചമിനെയും നോക്കി. വെള്ളം കൊടുക്കട്ടെ സർ? കൊടുക്കൂ, ഇരുവരും ഒന്നിച്ചാണ് പറഞ്ഞത്. ഗാർഡ് കടലാസുപൊതി തുറന്നു. അതിൽ 1 കിലോയോളം പഞ്ചസാരയായിരുന്നു. അതയാൾ വെള്ളത്തിലേക്ക് ഇട്ടു. പിന്നെ മഗ്ഗുകൊണ്ട് വെള്ളം കോരി ബക്കറ്റിലേക്ക് ഒഴിച്ച് പഞ്ചസാര കലക്കി തുടങ്ങി. ആ നേരത്ത് സുരേഷ് കുമാറിന്റെ വീടിന്റെ ഗേറ്റിന് പുറത്ത് നാബി മജീദിന്റെ ക്വാളിസ്മാൻ നിന്നു. പെട്ടെന്ന് വേണം, മജീദ് മറ്റുള്ളവരോട് പറഞ്ഞു. ഗേറ്റ് ചാടിക്കടന്ന് ആ സംഘം അകത്തെത്തി. കോളിംഗ് ബെൽ അമർത്തി. അതുകൂടാതെ തമ്പി വാതിലിൽ ആഞ്ഞു മുട്ടുകയും ചെയ്തു. അല്പം കഴിഞ്ഞപ്പോൾ അകത്ത് ലൈറ്റ് തെളിഞ്ഞു. ആരോ വാതിൽക്കിലേക്ക് വരുന്ന പാദപതന ശബ്ദം. ആരാ അത്? ഒരു പുരുഷ ശബ്ദം. ഞങ്ങളാ, സുരേഷ് സാറിന് ഒരു അപകടം പറ്റി, സനേഷ് പറഞ്ഞു. പൊടുന്നനെ വാതിൽ തുറക്കപ്പെട്ടു. ഒരു വൃദ്ധൻ. സുരേഷ് സാറിന്റെ അച്ഛനാണോ? മജീദ് ചോദിച്ചു. അതെ, എൻ്റെ മോൻ എന്താ പറ്റിയത്? അയാളുടെ ശബ്ദം ചിലമ്പി. വനം കൊള്ളക്കാരുമായി ചെറിയൊരു കശപിശ. അവരുടെ കയ്യിൽ തോക്കുണ്ടായിരുന്നു. തമ്പി ഒന്ന് നിർത്തി, ശബ്ദം താഴ്ത്തി. നെഞ്ചിനാണ് വെടിയേറ്റതെങ്കിലും പേടിക്കാനൊന്നുമില്ല. എൻ്റെ മോനെ! ഒരു വിലാപത്തോടെ വൃദ്ധൻ ബോധം കെട്ടു വീണു. തമ്പി, ഇത്രയും വേണമായിരുന്നോ? സനേഷ് അവനെ നോക്കി. ഇങ്ങേരുടെ മോന്റെ സ്വഭാവം വെച്ച് ഇത് തന്നെ വളരെ കുറവാ. സുരേഷ് ഏട്ടാ! അകത്തു നിന്നൊരു നിലവിളി. ആ സംഘം അകത്തെത്തി നോക്കി. രാത്രി വസ്ത്രം ധരിച്ച ഒരു യുവതി ഓടി വരുന്നു. പുറത്തെ സംസാരം അവൾ കേട്ടെന്നുറപ്പ്. എന്താ എന്താ എൻ്റെ സുരേഷ് ഏട്ടന് പറ്റിയത്? അവൾ അവരെ മാറി മാറി നോക്കി നിന്ന് കെതച്ചു. പിന്നാലെ മറ്റൊരു സ്ത്രീയും എത്തി. അവർ തറയിൽ കിടന്ന മനുഷ്യനെയാണ് നോക്കിയത്. അയ്യോ, ഇദ്ദേഹത്തിന് എന്തു പറ്റി? അവർ അയാളുടെ അരികിൽ കുത്തിയിരുന്നു. സുരേഷ് കുമാറിന്റെ അമ്മയാണ് അതെന്ന് അവർക്ക് മനസ്സിലായി. ഞങ്ങൾ പറഞ്ഞ സത്യം കേട്ട് ബോധം പോയതാ മച്ചി, ഓട്ടോ ഡ്രൈവർമാരിൽ ആരോ പറഞ്ഞു. ആ സ്ത്രീ മുഖമുയർത്തി രൂക്ഷമായി ഒന്ന് നോക്കി. നിങ്ങൾ എന്റെ ഭർത്താവിന് എന്ത് പറ്റിയെന്ന് പറ. യുവതിക്ക് ദേഷ്യം വന്നു. അതാ നേരത്തെ പറഞ്ഞത്, ചെറുതായി ഒന്ന് വെടിയേറ്റു. ഭാര്യയെ കാണണമെന്ന് ഡോക്ടറോട് പറഞ്ഞു. ഡോക്ടറാ ഞങ്ങളെ പറഞ്ഞു വിട്ടത്. ഞാനിതാ വരുന്നു. അവൾ തിരിഞ്ഞ് അകത്തേക്ക് ഓടി. ഇദ്ദേഹത്തെ ഒന്ന് പിടിച്ചേ, ആ സെറ്റിയിലേക്ക് കിടത്താം. തറയിലിരുന്ന സ്ത്രീ അവരെ നോക്കി. അതിനൊന്നും ഇപ്പൊ നേരമില്ല അമ്മച്ചി, അത്യാവശ്യ പണികൾ വേറെ കിടക്കുന്നു. തമ്പി മറുപടി നൽകി. മജീദ് അവനെ രൂക്ഷമായി നോക്കി. സുരേഷ് സാറിന്റെ അച്ഛനും അമ്മയും ആകുമ്പോൾ നമ്മൾ മിനിമം ഇത്രയെങ്കിലും പണി കൊടുത്തില്ലേല് ശരിയാവത്തില്ല മജീദ് കാ, തമ്പി പറഞ്ഞു. അപ്പോഴേക്കും യുവതി വേഷം മാറി ഓടിയെത്തി. പോയേക്കാം. എടി, ഇങ്ങേരെ ഒന്ന് പിടിച്ച് മാറ്റി കിടത്തിയേച്ച് പോടി, ആ സ്ത്രീ അവളോടും പറഞ്ഞു. പിന്നെ എൻ്റെ ഭർത്താവ് ഇടിയേറ്റ് കിടക്കുമ്പോഴാ ബോധം കെട്ട് കിടക്കുന്ന നിങ്ങളുടെ ഭർത്താവ്. കുറച്ച് വെള്ളം കോരി മുഖത്തൊഴിക്ക്, എഴുന്നേറ്റോളൂ. മുറ്റത്തേക്ക് ഇറങ്ങുന്നതിനിടയിൽ അവൾ വിളിച്ചു പറഞ്ഞു. ബെസ്റ്റ് ഫാമിലി, തമ്പി പെറുവിറുത്തു. സനേഷ് ഗേറ്റിന്റെ ഓടാമ്പൽ നീക്കി. അത് മലർക്കെ തുറന്നു കഴിഞ്ഞിരുന്നു. യുവതി ചെന്നപ്പോൾ മജീദ് മുന്നിലെ ഡോർ തന്നെ തുറന്നു കൊടുത്തു. യാതൊരു മടിയും കൂടാതെ അവൾ മുൻസീറ്റിൽ കയറിയിരുന്നു. ബാക്കിയുള്ളവർ പിൻസീറ്റുകളിൽ കയറി കഴിഞ്ഞിരുന്നു. യുവതി കയറിയ ഭാഗത്തെ ഡോർ അടച്ചിട്ട് ബോണറ്റിനെ വട്ടം ചുറ്റി മജീദും ചെന്ന് ക്വാലീസിൽ കയറി. അത് നീങ്ങി തുടങ്ങിയപ്പോൾ മജീദ് തമ്പിയോട് പറഞ്ഞു. ഇനി ഫോൺ ചെയ്തോടാ. ശരി ഇക്ക. തമ്പി ഫോൺ എടുത്തു. മാഡം, സുരേഷ് സാറിന്റെ നമ്പർ ഒന്ന് പറഞ്ഞു തരാമോ? അവൾ നമ്പർ പറഞ്ഞു കൊടുത്തു. തമ്പി കോൾ അയച്ചു. അപ്പുറത്ത് ഫോൺ എടുക്കപ്പെട്ടു. ഹലോ, ആരാ? പേര് പറഞ്ഞ സാർ അറിയും, അതുകൊണ്ട് പറയുന്നില്ല. സാറിന്റെ ഭാര്യയുടെ കൊടുക്കാം. എൻ്റെ ഭാര്യയോ? അപ്പുറത്ത് അമ്പരപ്പ്. തമ്പിക്ക് ഫോണിലൂടെ മനസ്സിലായി. അതെ, ഇപ്പം സാറിന്റെ ഭാര്യയാ. ഇതുവരെ എൻ്റെ ഭാര്യയായിട്ടില്ല. വേണമെങ്കിൽ ആക്കാം. എടാ, അപ്പുറത്ത് പറയുന്നത് കേൾക്കാതെ തമ്പി ഫോൺ യുവതിയുടെ നേർക്ക് നീട്ടി. ഇന്നാ മാഡം, ഭർത്താവിനോട് സംസാരിക്കേ. അവൾ പെട്ടെന്ന് ഫോൺ വാങ്ങി കാതോട് ചേർത്തു. ഞാനാ ചേട്ടാ, ആരതി. അവൾ തിടുക്കത്തിൽ തിരക്കി. ചേട്ടനിപ്പോ എങ്ങനെയുണ്ട്? ഒന്നും മനസ്സിലാകാതെ ഫോറസ്റ്റ് ഗോഡൌണിൽ നിന്നും ചുറ്റും നോക്കിപ്പോയി സുരേഷ് കുമാർ. റേഞ്ചർ ബെഞ്ചമിനും ഗാർഡുമാരും പുരുകം ചൊളിച്ചു. നീ എന്താടി ചോദിച്ചത്? ആരാ നിന്റെ കൂടെ ഉള്ളത്?
ഇവരെ ഞാൻ ആദ്യം കാണുക. ചേട്ടന് വെടി കൊണ്ടിട്ട് എങ്ങനെയുണ്ട്? വെടിയോ? സുരേഷിന്റെ കണ്ണു തള്ളി. ആർക്കു വെടി? അപ്പോൾ അപ്പുറത്ത് നിന്നൊരു ഉറച്ച ശബ്ദം കേട്ടു. വെടിയൊരെണ്ണം ഞങ്ങൾ പൊട്ടിച്ചതാ സാറേ, സാറിന്റെ ഭാര്യയുടെ അടുത്ത്. സാറും ഒരു വെടി പൊട്ടിച്ചാട്ടാണല്ലോ ഞങ്ങളുടെ ശിവജിയെ അകത്താക്കിയത്. അവൻ അകത്തുള്ളിടത്തോളം കാലം സാറിന്റെ ഭാര്യ ഞങ്ങളുടെ കൂടെയും കഴിയട്ടെ. എന്താ? കിടുങ്ങിപ്പോയി സുരേഷ് കുമാർ. ശിവജിക്ക് പഞ്ചസാര കലക്കിയ വെള്ളം കൊടുക്കുവാൻ ഭാവിക്കുകയായിരുന്ന ഗാർഡും ബെഞ്ചമിനും മറ്റും സുരേഷ് കുമാറിന്റെ ഭാവമാറ്റത്തിൽ നിന്ന് തന്നെ അപകടം മണത്തിരുന്നു. എടാ, മര്യാദയ്ക്ക് എന്റെ ഭാര്യയെ വിടാൻ! സുരേഷ് കുമാർ അലറി. പോടാ പുല്ലേ, മനസ്സില്ല. ഞങ്ങളുടെ ശിവജിയെ വിടാൻ പറഞ്ഞ നീയും ഇത്തരം ഒരു മറുപടിയാവും പറയുന്നതെന്ന് ഞങ്ങൾക്കറിയാം. സുരേഷ് കുമാർ ഒരു മാത്ര നിശബ്ദനായി. അപ്പോൾ ആരതി എന്തോ പറയുന്നതും ആരോ അവളെ തെറിവിളിക്കുന്നതും കേട്ടു. സുരേഷ് കുമാറിന്റെ മനസ്സിൽ ഒരു ബ്ലേഡ് കൊണ്ട് പോറി. അയാൾക്ക് അസ്വസ്ഥത വർദ്ധിച്ചു. നിങ്ങൾക്ക് എന്ത് വേണം അത് പറ, അയാൾ തിരക്കി. വളരെ ന്യായമായ ചോദ്യം. ഇത് സാറ് കുറച്ചുകൂടി നേരത്തെ ചോദിക്കുമെന്നായിരുന്നു ഞങ്ങൾ കരുതിയിരുന്നത്. അപ്പുറത്ത് ഒരു നിമിഷത്തെ മൗനം. അതിനുശേഷം മറുപടി വന്നു. ഞങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്കരികിലുണ്ട്, നിങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾക്കരികിലും. സുരേഷ് കുമാറിന്റെ പുരുകൻ ചുളിഞ്ഞു നിന്നു. അപ്പുറത്തു നിന്നും വീണ്ടും ശബ്ദം കേട്ടു. ഇനി ശിവജിയുടെ ശരീരത്തിൽ ഒരു പോറൽ പോലും ഏൽക്കരുത്. അവനെ ഞങ്ങൾക്ക് കിട്ടണം. എങ്കിൽ നിങ്ങളുടെ ഭാര്യയെയും മടക്കിത്തരാം. അല്ലെങ്കിൽ ഞങ്ങൾ ശിവജിയെ മറന്നേക്കാം. നിങ്ങൾ ഭാര്യയെയും മറന്നേക്കണം. എന്താ? നോ! പരിസരം മറന്ന് അലറുകയായിരുന്നു സുരേഷ് കുമാർ. അവിടെ ഒന്നും ചെയ്യരുത്! ബെഞ്ചമിനും മറ്റും ഞെട്ടിപ്പോയി. അപ്പോ ശിവജിയുടെ കാര്യമോ? ഫോണിലൂടെ ശബ്ദം സുരേഷ് കുമാറിന്റെ കാതുകളിലേക്ക് വന്നു വീണു. എനിക്കൊന്ന് ചിന്തിക്കണം. ശരി, 5 മിനിറ്റ്. അതുവരെ നിങ്ങളുടെ ഭാര്യ സുരക്ഷിതയായിരിക്കും. അപ്പുറത്ത് ഫോൺ കട്ടായി. തന്റെ സെൽഫോണും കയ്യിൽ പിടിച്ച് ഇത് കർത്തവ്യത മൂടനായി തരിച്ചു നിൽക്കുകയായിരുന്നു സുരേഷ് കുമാർ. സർ, റേഞ്ചർ ബെഞ്ചമിൻ അയാളുടെ തോളിൽ തൊട്ടു. തീപ്പൊള്ളലേറ്റതുപോലെ അയാൾ കിടുങ്ങി. പിന്നെ ആദ്യം കാണുന്നത് പോലെ ബെഞ്ചമിനെ തുറച്ചു നോക്കി. എന്തു പറ്റി സർ? സുരേഷ് കുമാറിന്റെ ചുണ്ടുകൾ സാവധാനം അനങ്ങി. എല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ ശരിക്കുള്ള അപകടം മറ്റുള്ളവർക്കും ബോധ്യമായി. എന്തു ചെയ്യണം സർ? അറിയില്ല, പക്ഷേ എൻ്റെ ആരതി, അവൾക്കൊന്നും പറ്റിക്കൂടാ. സുരേഷ് കുമാർ ഇപ്പോൾ കരഞ്ഞു പോകുമെന്ന് അവർക്ക് തോന്നി. വെള്ളം വെള്ളം തറയിൽ കിടന്ന് ശിവജി വീണ്ടും ഞരങ്ങി. നിനക്കിപ്പം തരാമടാ വെള്ളം! ദേഷ്യത്തോടെ ഗാർഡ് അവനെ കാൽ കൊണ്ട് തട്ടി മലർത്തി കിടത്തി. പിന്നെ അവന്റെ നെഞ്ചിൽ കയറിയിരുന്ന് കവിളിൽ കുത്തിപ്പിടിച്ചു. ശിവജിയുടെ വാ തുറന്നു. മഗ്ഗിൽ പഞ്ചസാര കലക്കിയ വെള്ളം കോരി വായിലേക്ക് ഒഴിക്കാൻ ഭാവിക്കുകയായിരുന്നു ഗാർഡ്. ആ ക്ഷണം ACF സുരേഷ് കുമാറിന്റെ ഫോൺ വീണ്ടും ശബ്ദിച്ചു. അവനെ വിട്! എന്തോ ഓർത്തുകൊണ്ട് സുരേഷ് കുമാർ നിർദ്ദേശിച്ചു. അതൊട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും ഗാർഡ് ശിവജിയുടെ നെഞ്ചിൽ നിന്ന് എഴുന്നേറ്റു. സുരേഷ് കുമാർ ഫോൺ അറ്റൻഡ് ചെയ്യാതെ അതിൽ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. സർ, നമുക്ക് SI ഡേവിഡിനെ വിവരം അറിയിക്കാം. അയാൾ മേഡത്തെ രക്ഷിക്കും, ബെഞ്ചമിൻ പറഞ്ഞു. ഈ രാത്രിയിൽ എവിടെ പോയി രക്ഷിക്കാനാടോ അയാൾ? അവർ തന്ന ഡെഡ് ലൈനാണ് 5 മിനിറ്റ്. അത് തീർന്നിരിക്കുന്നു. ഫോൺ ഒരു തവണ ബെല്ലടിച്ച് നിന്നു. അടുത്ത നിമിഷം വീണ്ടും അത് ശബ്ദിച്ചു തുടങ്ങി. സുരേഷ് കുമാറിന്റെ മുഖം മുറുകി. എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ അയാൾ അത് അറ്റൻഡ് ചെയ്തു. സർ, എന്ത് തീരുമാനിച്ചു? അപ്പുറത്തു നിന്നും നേരത്തെ കേട്ട ശബ്ദം. എനിക്ക് ആരതിയുമായി സംസാരിക്കണം. ഓക്കെ. 2 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ആരതിയുടെ ശബ്ദം കേട്ടു. ചേട്ടാ! മോളെ! സുരേഷ് കുമാറിന്റെ ഹൃദയം വിങ്ങി. അവർ നിന്നെ ഉപദ്രവിച്ചോ? ഇല്ല, പക്ഷേ ഇവർ ഏത് നിമിഷവും എന്നെ കൊന്നേക്കാം. അവളുടെ കരച്ചിൽ റിസീവറിലൂടെ ഒഴുകിയെത്തി. എവിടെയാണ് നിങ്ങൾ? അതറിയില്ല. ഒരു വണ്ടിയിലാ, അത് ഓടിക്കൊണ്ടിരിക്കുക. എത്ര പേരുണ്ട് അവർ? 5-6 പേരുണ്ട്. പിന്നെ കേട്ടത് പുരുഷ ശബ്ദം. സാർ, അങ്ങനെ കൂടുതൽ ഡീറ്റെയിൽസ് ചോദിച്ച് കളിക്കണ്ട. ശിവജിയെ വിടുന്നോ ഇല്ലയോ അത് പറ. സുരേഷ് കുമാർ മിണ്ടിയില്ല. തന്റെ അണ്ണാക്കിൽ നാക്ക് ഒട്ടിപ്പിടിച്ചു പോയോടാ. അപ്പുറത്ത് ശബ്ദം മാറി. ഒന്ന് കൈവച്ച് പോയാൽ പിന്നെ അത് എടുക്കുന്ന ശീലം ഞങ്ങൾക്കില്ല, കേട്ടോ? തുടങ്ങിയാട്ടെ. അയ്യോ വേണ്ട, ശിവജിയെ വിടാം. നല്ല കാര്യം. പക്ഷേ അതിനു മുമ്പ് ആരതി എനിക്ക് കിട്ടണം. അയ്യടാ മോനെ, ആ പൊളുത്തിയ വർത്തമാനം 8 മടക്കി സാർ പാന്റിന്റെ കീശയിൽ തിരികെ വെച്ചാട്ടെ. ശിവജിയെ ഇങ്ങോട്ടും തന്റെ ഭാര്യയെ അങ്ങോട്ടും ഒരേ സമയം ഒരേ സ്ഥലത്ത് വെച്ച്. എന്താ?
സുരേഷ് കുമാർ ബെഞ്ചമിനെ നോക്കി. പിന്നെ പറഞ്ഞു, സമ്മതിച്ചു. എവിടെ വെച്ച് പരസ്പരം കൈമാറും? പറയാം. ആദ്യം ശിവജിയെ വണ്ടിയിൽ കയറ്റ്, അത് കഴിഞ്ഞ് ബാക്കി. പിന്നെ ഇനി നിങ്ങളുടെ സെൽഫോൺ ഓഫ് ആകരുത്. നിങ്ങളുടെ ഓരോ നീക്കവും ഞങ്ങൾക്ക് അറിഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോഴാണ് സുരേഷ് കുമാർ ശരിക്കും വിളറിപ്പോയത്. എതിർഭാഗത്തുള്ളവർ ഒട്ടും മോശക്കാരല്ല. ഓക്കെ. അയാൾ ഫോൺ കയ്യിൽ വെച്ചുകൊണ്ട് ശിവജിയെ എടുക്കാൻ ആംഗ്യം കാട്ടി. മറ്റുള്ളവരോട് മിണ്ടരുതെന്നു. ഇവനെ തിരിച്ചു കൊടുക്കണോ സർ? ബെഞ്ചമിന് സഹിക്കാനായില്ല. തന്നോടല്ലടോ സംസാരിക്കരുതെന്ന് പറഞ്ഞത്. സുരേഷ് കുമാറിന് ദേഷ്യം വന്നു. അത് കലക്കി സുരേഷ് സാറേ. ഫോണിനി കാതോട് ചേർത്ത് പിടിച്ചോ. അപ്പുറത്തു നിന്നും ശബ്ദം. ഗാർഡുകൾ ശിവജിയെ വലിച്ചുയർത്തി. അവന്റെ കെട്ടുകൾ അഴിച്ചു. കൊണ്ടുവാ. സുരേഷ് കുമാർ ചന്ദന അട്ടികൾക്കിടയിലൂടെ നടന്നു. അനിഷ്ടത്തോടെ മറ്റുള്ളവർ പിന്നാലെയും. അവർ ചന്ദന ഡിപ്പോയുടെ മുറ്റത്തെത്തി. ശിവജിയെ ജീപ്പിന് പിന്നിൽ കിടത്തി. ഇങ്ങോട്ട് വരുമ്പം സാറ് മാത്രം മതി, ഒറ്റയാൾ പോലും കൂടെ വേണ്ട. അപ്പുറത്തു നിന്നും അടുത്ത നിർദ്ദേശം. ശിവജിയോടൊപ്പം ജീപ്പിലുണ്ടായിരുന്ന ഗാർഡുകളെ സുരേഷ് കുമാർ തിരിച്ചിറക്കി. ഞാൻ വരാം സർ. ബെഞ്ചമിൻ മുന്നോട്ട് വന്നു. വേണ്ട. പിന്നെ മറ്റൊരു വാഹനത്തിൽ തന്നെ പിന്തുടരാൻ ആംഗ്യം കാട്ടി. അവർ രണ്ടാമത്തെ ജീപ്പിലേക്ക് കാൽ വെച്ചതും ഫോണിൽ ശബ്ദം കേട്ടു. അവിവേകം കാണിച്ച് അപകടത്തിലാകരുത് സാറേ. ഇടുങ്ങിപ്പോയി സുരേഷ് കുമാർ. അയാൾ ചുറ്റും നോക്കി. എവിടെയോ ഇരുന്ന് ശത്രുക്കൾ തന്നെ വീക്ഷിക്കുകയാണ്. നിങ്ങൾ വരണ്ട, അയാൾ ബെഞ്ചമിനോടും മറ്റും തീർത്തു പറഞ്ഞു. പിന്നെ ജീപ്പിൽ കയറിയിരുന്നു. പറയൂ, ഞാൻ എവിടേക്ക് വരണം? ആദ്യം മണ്ണാരപ്പെട്ടി ടൗണിലേക്ക് വരിക. ഫോണിലൂടെ നിർദ്ദേശം. ചന്ദന ഡിപ്പോയുടെ ഗേറ്റ് തുറക്കപ്പെട്ടു. സെൽഫോൺ കാതിൽ ചേർത്ത് വെച്ച് ഇടതു തോൾ കൊണ്ട് അമർത്തി പിടിച്ചിട്ട് സുരേഷ് കുമാർ ജീപ്പ് സ്റ്റാർട്ട് ചെയ്തു. മണ്ണാരപ്പെട്ടി എത്തി, അയാൾ പറഞ്ഞു. ഇടത്തേക്ക് തിരിഞ്ഞോ. സുരേഷ് കുമാർ പല്ല് കടിച്ച് അനുസരിച്ചു. ചന്ദന ബാറിനടുത്തെത്തിയപ്പോൾ അടുത്ത നിർദ്ദേശം. നേരെ ചിന്ന റോഡിലേക്ക്. ഇരുളിൽ ജീപ്പിന്റെ ഹെഡ്ലൈറ്റുകൾ ഒരു ഗുഹാമാർഗം തീർത്തുകൊണ്ടിരുന്നു. ആ മാർഗത്തിലൂടെ ജീപ്പ് നീങ്ങി. വിജനമായ റോഡ്, കൊടും വളവുകൾ, കൊക്കകൾ. അവസാനം അയാൾ കണ്ടു, റോഡിൽ ഇടതുവശം ചേർന്ന് ഒരു ക്വാളിസ് കിടക്കുന്നു. വണ്ടി മുന്നോട്ട് നീക്കി നിർത്ത്. അടുത്ത നിർദ്ദേശം. ക്വാളിസിനെ കടന്ന് ജീപ്പ് മുന്നോട്ട് നീങ്ങി നിന്നു. ഇനി ശിവജിയെ പുറത്തിറക്ക്. പിന്നിൽ ക്വാളിസിന്റെ ഹെഡ്ലൈറ്റുകൾ തെളിഞ്ഞു. സുരേഷ് കുമാർ ഒന്ന് പരിങ്ങി. എങ്കിലും അയാൾ പുറത്തിറങ്ങി വെളിച്ചത്തിലേക്ക് വന്നു. ജീപ്പിന്റെ പടുത മുകളിലേക്ക് ഉയർത്തിയിട്ടിട്ട് പിൻഭാഗം തുറന്നു. പിന്നെ ക്വാളിസിന്റെ നേർക്ക് നോക്കി. കണ്ണഞ്ചിക്കുന്ന വെളിച്ചത്തിൽ ഒന്നും കാണാനായില്ല. വെളിച്ചത്തിന് പിന്നിൽ എത്ര പേരുണ്ട് എന്നതുപോലും. പക്ഷേ ദാബി ബജീദും കൂട്ടരും കണ്ടു ഒരു പഴംതുണി കെട്ടുപോലെ കിടക്കുന്ന ശിവജിയെ. അവരുടെ ഹൃദയം വിങ്ങി. അവളെ ഇറക്കി വെളിച്ചത്തിലേക്ക് കൊണ്ടുവാ, മജീദ് നിർദ്ദേശിച്ചു. തമ്പി ആരതിയെ പുറത്തിറക്കി വെളിച്ചത്തിലേക്ക് നീക്കി നിർത്തി. ചേട്ടാ, അവൾ മുന്നോട്ട് ഓടാനാഞ്ഞു. അങ്ങനെ അങ്ങ് പോയാൽ എങ്ങനെ പെങ്ങളെ? തമ്പി അവളെ തടഞ്ഞു. സാറേ, ഇത്തവണ മജീദ് ഉറക്കെ വിളിച്ചു. ഫോണിലൂടെയുള്ള സംസാരം നിർത്തിയേരെ. ഇനി നേരിട്ട്. നിങ്ങളുടെ ഭാര്യയെ ഇതാ മുന്നിൽ നിർത്തി തന്നിരിക്കുന്നു. ഞങ്ങളുടെ ശിവജിയെ റോഡിൽ ഇറക്കി നിർത്ത്. അവനും വെളിച്ചത്തിലെത്തി. അത് പിന്നെ ശിവജിക്ക് നടക്കാൻ അല്പം ബുദ്ധിമുട്ടാ, സുരേഷ് കുമാർ പരുങ്ങലോടെ പറഞ്ഞു. ഇത്രയും നേരത്തിനുള്ളിൽ ആ പരുവത്തിൽ വരെ ആക്കി നിങ്ങൾ അല്ലേ? സുരേഷ് കുമാറിന് മറുപടി ഇല്ലായിരുന്നു. വരി. അവൻ മറ്റുള്ളവരെയും കൂട്ടി മുന്നോട്ട് നീങ്ങി. ഒപ്പം ആരതിയും. അവർ ജീപ്പിന് തൊട്ടടുത്തെത്തി. ആരതി! സുരേഷ് കുമാർ അവൾക്ക് നേരെ കൈകൾ നീട്ടി. പക്ഷേ മജീദ് ഇടയ്ക്ക് കയറി നിന്നു. ശിവജിയെ ഞങ്ങളൊന്ന് കാണട്ടെ സാറേ. അതിനുശേഷമാവാം കെട്ടിപ്പിടിക്കലും പരിഭവം പറച്ചിലും ആശ്വസിപ്പിക്കലുമൊക്കെ. സുരേഷ് കുമാർ ആ സംഘത്തിലെ ഓരോരുത്തരെയും തുറച്ചു നോക്കി. പരിചിത മുഖങ്ങൾ. കേറി ശിവജി ഇറക്കടാ, മജീദ് നിർദ്ദേശിച്ചു. തമ്പിയും സനീഷും മറ്റും ജീപ്പിനുള്ളിലേക്ക് കയറി. അർദ്ധ അബോധാവസ്ഥയിൽ കിടന്നിരുന്ന ശിവജിയെ എടുത്ത് റോഡിൽ കിടത്തി. തന്റെ നട്ടെല്ലിലൂടെ ലാവ് ഒഴുകിപ്പോകുന്ന പോലെ തോന്നി മജീദിന്. ശിവജി, അവൻ വിളിച്ചു. പക്ഷേ ശിവജി വിളി കേട്ടില്ല. കൊന്നോ സാറേ ഇവനെ? മജീദിന്റെ കണ്ണുകൾ കത്തി. ക്ഷമിക്കണം മജീദ്. സുരേഷ് കുമാർ വിക്കി. ക്ഷമിക്കാനോ? കാട്ടുമൃഗത്തെ പോലെ അവൻ മുരണ്ടു. എന്റെ കൂട്ടുകാരനെ ഇത്തരത്തിലാക്കിയ തന്നോട് ഞാൻ ക്ഷമിക്കാനോ? ഒറ്റ കുതിപ്പായിരുന്നു അവൻ. മുഖമടച്ച് ഒരടിയേറ്റ് സുരേഷ് കുമാർ ജീപ്പിലേക്ക് ചാഞ്ഞു. ചേട്ടാ! ആരതി അലറി കരഞ്ഞുകൊണ്ട് ഓടിയെത്തി ഭർത്താവിന് ഒരു കവചം തീർത്തു.
പിന്നെ മജീദിനെ തൊഴുതു. കൊല്ലരുത് എന്റെ ചേട്ടനെ. നിന്നെ ഞങ്ങൾ ഉപദ്രവിച്ച പെങ്ങളെ? മജീദ് കൈ ചൂണ്ടി. ഇല്ല, പക്ഷേ നിന്റെ ഭർത്താവ് എന്ന് പറയുന്ന ഈ പട്ടി ഞങ്ങളുടെ കൂട്ടുകാരനോട് കാണിച്ചത് എന്താ? ക്ഷമിക്കണം. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തൂവി. പെട്ടെന്ന് വളവ് തിരിഞ്ഞ് കുന്നിറങ്ങി വരുന്ന വാഹനങ്ങളുടെ വെളിച്ചം അവരുടെ മുഖത്തടിച്ചു. മജീദും കൂട്ടരും ഞെട്ടിത്തിരിഞ്ഞു. വലിയ പൊട്ടുകൾ പോലെ അനേകം വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റുകൾ. അപകടം, മജീദിന്റെ മനസ്സ് പറഞ്ഞു. നാബി മജീദിന്റെ പുരികങ്ങൾ ഒന്നിടുങ്ങി. ആർദിക്ക് പിന്നിൽ ജീപ്പിന്റെ ബോണറ്റിൽ ചാരി നിൽക്കുന്ന ACF സുരേഷ് കുമാറിനെ അവനൊന്നു നോക്കി. അയാളുടെ മുഖത്ത് വിജയിച്ചവന്റെ ഒരു ഭാവം മിന്നുന്നത് മജീദ് കണ്ടു. വളവ് തിരിഞ്ഞിറങ്ങി വന്നിരുന്ന വാഹനങ്ങളുടെ വെളിച്ചം കണ്ണിൽ നിന്നും മറഞ്ഞു. ഇപ്പോൾ ആ വെളിച്ചം അക്കരെ മലമടക്കുകളെ തൊട്ടൊഴുകിയാണ്. അടുത്ത വളവിൽ എത്തുമ്പോൾ വീണ്ടും അത് തങ്ങളിൽ പതിയും. എങ്ങനെ പോയാലും 3 മിനിറ്റിനുകൾക്കുള്ളിൽ അവ തങ്ങളുടെ അടുത്തെത്തും. അതിനു മുമ്പ് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. മജീദ് തിടുക്കത്തിൽ തമ്പിയെയും മറ്റു നോക്കി. തമ്പി, പെട്ടെന്ന് ശിവജിയെ നമ്മുടെ വണ്ടിയിൽ കയറ്റ്. ആ വരുന്നവർക്ക് വിട്ടുകൊടുക്കരുത്. അവൻ അലറി. അവർ വേഗം ശിവജിയെ കൈകളിൽ കൂരിയെടുത്തു. ഒരാൾ ഡോർ തുറന്നു പിടിച്ചു കൊടുത്തു. മറ്റുള്ളവർ അവനെ പിൻസീറ്റിൽ കയറ്റി. അവരും കയറി. അടുത്ത നിമിഷം അപ്പുറത്തെ വളവിൽ വീണ്ടും വാഹനങ്ങളുടെ തീക്കണ്ണുകൾ കണ്ടു. ആർദിയെ തള്ളി മാറ്റി മജീദ് സുരേഷ് കുമാറിന്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചുയർത്തി. കഴിവേറി മോനെ, നീ ചതിക്കുകയായിരുന്നു അല്ലേ? ഒപ്പം കവിളടക്കം ഒന്നുകൂടി പൊട്ടിച്ചു. കാൽമുട്ട് മടക്കി അടിവയറ്റിൽ ഒരിടി കൂടി. മുന്നോട്ട് വളഞ്ഞെങ്കിലും സുരേഷ് കുമാർ ചിരിച്ചു. പിന്നെ നിന്റെയൊക്കെ ഭീഷണിക്ക് ഞാൻ വഴങ്ങിയെന്ന് കരുതിയോടാ? വാഹനങ്ങളുടെ വെളിച്ചം വീണ്ടും അപ്രത്യക്ഷമായി. മജീദ് ഒരു നിമിഷം ചിന്തിച്ചു. പിന്നെ സുരേഷ് കുമാറിന്റെ പോക്കറ്റിൽ കൈകടത്തി സെൽഫോൺ വലിച്ചെടുത്തതും കൊക്കയിലേക്ക് ഒറ്റയേറ്. എടാ, എന്റെ ഫോൺ! പറഞ്ഞു തീരും മുമ്പ് മജീദ് കൈ ചുരുട്ടി ഇടിച്ചു. ആ! തന്റെ മൂക്ക് ഉള്ളിലേക്ക് വലിഞ്ഞതുപോലെ തോന്നി സുരേഷ് കുമാറിന്. മുഖത്ത് കൈ അമർത്തിക്കൊണ്ട് സുരേഷ് കുമാർ ജീപ്പിന്റെ പ്ലാറ്റ്ഫോമിലേക്ക് ഇരുന്നു പോയി. ചേട്ടാ! നിലവിളിച്ചുകൊണ്ട് ആരതി ഭർത്താവിനടുത്തേക്ക് നീങ്ങാനാഞ്ഞു. ക്ഷമിക്കണം പെങ്ങളെ, നിന്റെ ഭർത്താവിന്റെ ചതിക്ക് ഇതല്ലാതെ വേറെ മാർഗമില്ല. അവൻ അവളുടെ കൈക്ക് പിടിച്ച് കോളീസിന്റെ അടുത്തേക്ക് വലിച്ചിഴച്ചു. പിന്നെ ഡോർ തുറന്ന് അവളെയും അതിനുള്ളിലേക്ക് തള്ളി. ഡോർ വലിച്ചടച്ചു. ഡ്രൈവിംഗ് സീറ്റിലേക്ക് ചാടി വീണു. ജീപ്പിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ചാടി എഴുന്നേറ്റ സുരേഷ് കുമാർ വേയിച്ചു പോകുന്നത് പോലെ പാഞ്ഞു വന്നു. എടാ, എന്റെ ഭാര്യ! മജീദ് കോളി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുത്തു കഴിഞ്ഞിരുന്നു. ഇവളെ ജീവനോടെ വേണമെങ്കിൽ ആ വരുന്നവരുടെ കണ്ണിൽപ്പെടാതെ ഞങ്ങളുടെ പിന്നാലെ പോരു സാറേ. അവർ ഞങ്ങളെ കണ്ടുപിടിച്ചാ പിന്നെ ഇവളില്ല. ക്വാളീസ് ജീപ്പിനെ കടന്ന് ശരം പോലെ പാഞ്ഞുപോയി. ചിന്തിച്ചു നിൽക്കാനുള്ള നേരമില്ലായിരുന്നു സുരേഷ് കുമാറിനും. അയാൾ ജീപ്പിൽ കയറി ക്വാളീസിന് പിന്നാലെ പാഞ്ഞു. തണുത്ത കാറ്റ് ജീപ്പിനുള്ളിലേക്ക് അടിച്ചു കയറി. ആ കാറ്റിനൊപ്പം തന്റെ ഭാര്യയുടെ കരച്ചിലും ഉണ്ടെന്ന് തോന്നി ACF സുരേഷ് കുമാറിന്. 1.5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ 4 വാഹനങ്ങൾ ഇറക്കമിറങ്ങി വന്ന് അവിടെ ബ്രേക്ക് ഇട്ടു. 2 പോലീസ് ജീപ്പുകൾ, 2 ഫോറസ്റ്റ് ജീപ്പുകൾ. DYSP രാജൻ പണിക്കരും SI ചോര ഡേവിഡും പോലീസ് ജീപ്പുകളിൽ നിന്ന് ചാടിയിറങ്ങി. ഇരുവരും അലക്സ് തോമസിന്റെ ഒരു പാർട്ടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നേരത്തായിരുന്നു മെസ്സേജ് ലഭിച്ചത്. ഫോറസ്റ്റ് ജീപ്പുകളിൽ ഒന്നിൽ നിന്ന് റേഞ്ചർ ബെഞ്ചമിനും ഇറങ്ങി. നമ്മൾ മുകളിൽ എത്തിയപ്പോ ഇവിടെയല്ലേ ആ വാഹനങ്ങൾ കിടക്കുന്നത് കണ്ടത്? രാജൻ പണിക്കർ സംശയിച്ചോടെ ചുറ്റും നോക്കി. അതെ, ഡേവിഡ് ഉറപ്പിച്ചു പറഞ്ഞു. പിന്നെ റോഡിന്റെ ഒരറ്റത്ത് കൈ ചൂണ്ടി. അവിടെ ഉണക്കമണ്ണിൽ ടയറിന്റെ പാടുകൾ കണ്ടു. വളരെ വേഗം മുന്നോട്ടെടുത്ത വാഹനങ്ങളുടെ ചക്രങ്ങളിൽ നിന്ന് പിന്നോട്ട് തെറിച്ച് ഇളകിക്കിടക്കുന്ന മൺതരികളും കണ്ടു. കമോൺ ക്യുക്ക്, അവർ ചിന്നാർ കടന്നു പോകരുത്. രാജൻ പണിക്കർ ജീപ്പിൽ ചാടിക്കയറി. എന്നാലും സുരേഷ് സാർ എന്തിനാ പോയതെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ബെഞ്ചമിൻ ആരോടുന്നില്ലാതെ പിറുപിറുത്തു. വാഹനവ്യൂഹം ചിന്നാറിന് പാഞ്ഞു. പക്ഷേ അവിടുത്തെ ചെക്ക് പോസ്റ്റുകളിലെ ഉദ്യോഗസ്ഥന്മാർ അങ്ങനെ വണ്ടികളൊന്നും ആ വഴി ചെന്നിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ സകലരും അമ്പരന്ന് നിന്നു. അവർ പിന്നെ എങ്ങോട്ട് പോയി? ബെഞ്ചമിൻ സെൽഫോൺ എടുത്ത് സുരേഷ് കുമാറിന്റെ നമ്പറിലേക്ക് വിളിച്ചു. ഔട്ട് ഓഫ് കവറേജ് എന്ന മറുപടി കിട്ടി. ചെക്ക് പോസ്റ്റുകൾക്കരികിൽ തെളിഞ്ഞു നിന്നിരുന്ന സൗരോർജ ലൈറ്റുകളുടെ വെളിച്ചത്തിൽ അവർ പരസ്പരം പകച്ചു നോക്കി നിന്നു. ഇവിടെ ഇതുവരെ വൈദ്യുതി എത്താത്തത് കഷ്ടമാ. 3 ചെക്ക് പോസ്റ്റുകൾ ഉണ്ടായിട്ടും അതിർത്തിയായിട്ടും. ആരോ പറയുന്നത് ചോര ഡേവിഡ് കേട്ടു. നേരം പുലർന്നു. മറയൂർ പോലീസ് സ്റ്റേഷന്റെ മുറ്റത്ത് പോലീസ് ജീപ്പുകൾ ബ്രേക്കിട്ടു. അതിൽ നിന്ന് രാജൻ പണിക്കരും ഡേവിഡും ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ ഭിത്തിയിൽ ചാരി കാലുകൾ നീട്ടിവെച്ച് തറയിലിരിക്കുകയായിരുന്ന രത്നരാജും ബിജുവും മറ്റും ഭവ്യതയോടെ എഴുന്നേറ്റു. ഡേവിഡ് അവരെ തുറച്ചു നോക്കി. എവിടെയാടാ നാബി മജീദ്? അറിയില്ല സാറേ. ബിജു കൈമലർത്തി.
ഞങ്ങള് രാത്രി മുഴുവൻ ഇവിടെ അല്ലായിരുന്നോ? ഡേവിഡ് അമർത്തിയൊന്ന് മൂളിക്കൊണ്ട് മുന്നോട്ട് നടന്നു. സാറേ, പിന്നിൽ നിന്ന് രത്നരാജ് വിളിച്ചു. എന്താടാ, ഇനി ഞങ്ങൾക്ക് പോകാമോ? വേണ്ട. എന്തിനാ സാറേ ഞങ്ങളെ ഇവിടം പിടിച്ചിരുത്തിയിരിക്കുന്നത്? അറിയത്തില്ലേ? ഇല്ല. എങ്കിൽ അറിയിച്ചു തരാം. ഡേവിഡ് ക്യാബിനിലേക്ക് കയറാനാഞ്ഞു. സാറേ, ഞങ്ങൾക്ക് ഒന്നിനും രണ്ടിനുമൊക്കെ പോകണം. പിന്നെ രാവിലെ ഓരോ കാപ്പിയും വേണം. ഡേവിഡിനാകെ പെരുത്തു കയറി. പിന്തിരിഞ്ഞ് ഒറ്റ കുതിപ്പിൽ അയാൾ രത്നരാജിന്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചു. നിനക്ക് കാപ്പി വേണം അല്ലേടാ? വേണ്ട, തൽക്കാലം ബാത്റൂമിൽ പോയാൽ മതി. രത്നരാജ് പതറിയില്ല. അവരെ വിട്ടേരടാ. അകത്തുനിന്നും രാജൻ പണിക്കരുടെ ശബ്ദം കേട്ടു. അതോടെ ഡേവിഡിന്റെ പിടിയയഞ്ഞു. പൊയ്ക്കോ. ചിരി അമർത്തിക്കൊണ്ട് രത്നരാജൻ സംഘവും പുറത്തേക്കിറങ്ങി. അപ്പോൾ കാന്തല്ലൂർ മഞ്ഞിൽ മൂടിക്കിടക്കുകയായിരുന്നു. 5 അടി അടുത്തുള്ള വസ്തുക്കൾ പോലും ശരിക്ക് കാണാൻ പറ്റാത്ത അവസ്ഥ. രാത്രിയിൽ മീനാക്ഷിയമ്മയും ദുർഗയും ശരിക്കും ഉറങ്ങിയിരുന്നില്ല. എവിടേക്കെന്ന് പറയുപോലും ചെയ്യാതെ പോയ ശിവജിയെക്കുറിച്ചോ മജീദിനെക്കുറിച്ചോ യാതൊരു വിവരവുമില്ല. അവർക്കെന്തോ ആപത്ശങ്ക തോന്നി. ചെല്ലൻ മാത്രം മൂടിപ്പുതച്ച് കിടന്ന് കൂർക്കം വലിക്കുന്നുണ്ട്. പ്രകാശത്തിന്റെ നേർത്ത രേഖകൾ തകര ഷീറ്റിനടിയിലൂടെ അകത്തേക്ക് കയറി വരുന്നുണ്ട്. അപ്പോൾ വാതിലിൽ ആരോ തട്ടി. ഇരുവരും തിടുക്കത്തിൽ എഴുന്നേറ്റു. ശിവജി, ശിവജി! പുറത്തുനിന്നും പതിഞ്ഞ ശബ്ദം. മങ്ങിയ വെളിച്ചത്തിൽ ഇരുവരും സംശയത്തോടെ പരസ്പരം നോക്കി. തങ്ങൾ കരുതിയതുപോലെ പുറത്തുള്ളയാൾ ശിവജി അല്ല. ആരാ? മീനാക്ഷിയമ്മ തിരക്കി. ശിവജി ഇല്ലേ മീനാക്ഷിയമ്മേ? ആ ശബ്ദം എവിടെയോ കേട്ടിട്ടുള്ളതാണെന്ന് തോന്നി ഇരുവർക്കും. ഇല്ലല്ലോ, ആരാ? വേഗം വാതിലൊന്ന് തുറന്നേ, ഒക്കെ പറയാം. തിടുക്കപ്പെടുന്ന ശബ്ദം. മീനാക്ഷിയമ്മ മടിച്ചു നിന്നു. ഏതായാലും നേരം വെളുത്തതല്ലേ, നോക്കാം. പെറുപെറുത്തുകൊണ്ട് ദുർഗ വാതിൽ തുറന്നു. മഞ്ഞിനിടയിൽ പുറത്തു നിൽക്കുന്ന ആളിനെ വ്യക്തമായില്ല. അയാൾ ഒരു തോർത്ത് തലയിലൂടെ ഇട്ടിരുന്നു. ആരാ? അവളുടെ പുരുകൻ ചുളിഞ്ഞു. ഞാൻ ചന്ദ്രൻ, സുനന്ദയുടെ അച്ഛൻ. അയാൾ പറഞ്ഞപ്പോൾ വായിൽ നിന്ന് പുക പോലെ ആവി പറന്നു. മീനാക്ഷിയമ്മയുടെയും നെഞ്ചിനുള്ളിൽ ഒരു കിടുക്കമുണ്ടായി. സുനന്ദയുടെ അച്ഛൻ. തിളച്ച പാനിക്കുള്ളിൽ കൊപ്പറയിൽ കിടന്ന് പിടയുന്ന ഒരു രൂപം മനസ്സിൽ തെളിഞ്ഞു. എനിക്ക് അകത്തേക്ക് വരാമോ? പോലീസ് എന്നെ തേടിക്കൊണ്ടിരിക്കുകയാവും. അയാൾ തിരക്കി. വാ. ചന്ദ്രൻ പെട്ടെന്ന് അകത്തു കയറി. ദുർഗ വാതിലടച്ചു. ചന്ദ്രൻ ഒരു സ്റ്റൂളിലിരുന്നു. ഇത്തിരി ചൂടുവെള്ളം കിട്ടിയാൽ കൊള്ളായിരുന്നു മോളെ. രാത്രി മുഴുവൻ ഓട്ടത്തിലായിരുന്നു ഞാൻ. ചന്ദ്രൻ ദുർഗയെ നോക്കി. അവൾ വേഗം അടുക്കളയിലേക്ക് പോയി അടുപ്പിൽ തീ കൂട്ടി. ശിവജി എവിടെ പോയതാ? ചന്ദ്രൻ മീനാക്ഷിക്ക് നേരെ തിരിഞ്ഞു. സത്യം പറഞ്ഞ ഞങ്ങൾക്കും അറിയത്തില്ല. രാത്രി പോയതാ. ചന്ദ്രൻ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് ചാടിപ്പോന്നതാ ഞാൻ. എന്നെ കള്ളക്കേസ് കൊടുക്കിയവരോടും എൻ്റെ ഭാര്യയും മക്കളെയും കൊന്നവരോടും കണക്ക് ചോദിക്കാൻ. ചന്ദ്രന്റെ പല്ലുകൾ ചേർന്ന് ഞെരിഞ്ഞു. മീനാക്ഷിയമ്മയ്ക്ക് ഭീതി തോന്നി. പക്ഷേ അതിനു മുമ്പ് എനിക്ക് ശിവജി ഒന്ന് കാണണം. അതുവരെ ഞാൻ ഇവിടെ ഇരിക്കുന്നതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഈ സമയം പാമ്പാർ എസ് ടി കോളനിയിൽ 60ഓളം വീടുകളുള്ള ആ കോളനിയിൽ ചില വീടുകളിൽ നിന്ന് മഞ്ഞുപോലെ പുക ചുറ്റും പടരുന്നുണ്ടായിരുന്നു. കാണിയുടെ വീടിനുള്ളിൽ ഒരു മരക്കുറ്റിയിൽ സിഗരറ്റ് പുകച്ചുകൊണ്ട് അക്ഷമനായിരിക്കുകയായിരുന്നു ACF സുരേഷ് കുമാർ. കാണി എന്ന വിളിപ്പേരുള്ള ആദിവാസി മൂപ്പന്റെ വീട്ടിൽ നിന്ന് പതിഞ്ഞ സംസാരം കേൾക്കാം. മഞ്ഞുപറ്റി സുരേഷ് കുമാറിന്റെ പാന്റും ഷർട്ടും നനഞ്ഞിരുന്നു. തണുപ്പ് മെല്ലെ മെല്ലെ അകത്തേക്ക് അരിച്ചു കയറുകയാണ്. കുറച്ചപ്പുറത്ത് മാറി തമ്പിയും സനേഷും മറ്റും അടങ്ങുന്ന സംഘമുണ്ട്. ഇടയ്ക്കിടെ അവർ രോഷത്തോടെ സുരേഷ് കുമാറിനെ നോക്കുന്നുമുണ്ട്. നാഭി മജീദ് ശിവജിയുമായി മൂപ്പന്റെ വീട്ടിനുള്ളിലാണ്. സുരേഷ് കുമാറിന്റെ ഭാര്യ ആരതിയെയും മൂപ്പന്റെ മകൾ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയിരുന്നു. എരിഞ്ഞു തീർന്ന സിഗരറ്റ് കുറ്റി തറയിലിട്ട് ചവിട്ടി അണച്ചിട്ട് സുരേഷ് കുമാർ എഴുന്നേറ്റ് തമ്പിയുടെ അരികിലെത്തി. ശിവജിയെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയില്ലേ തമ്പി? ഇനിയെങ്കിലും എൻ്റെ ഭാര്യയെ എങ്ങ് വിടാൻ പറ, ഞങ്ങളങ്ങ് പൊയ്ക്കോട്ടെ. തമ്പി ഒന്ന് ചിരിച്ചു. ശിവജിയെ ഞങ്ങൾ ബലമായിട്ട് വാങ്ങിയതല്ലേ സാറേ, അല്ലാതെ സാറിന്റെ സന്മനസ്സുകൊണ്ട് തന്നതൊന്നുമല്ലല്ലോ. പിന്നെ ശിവജിയുടെ അവസ്ഥയെക്കുറിച്ചും ഞങ്ങൾക്ക് ഉത്കണ്ഠയുണ്ട്. അവന്റെ കാര്യത്തിൽ ആദ്യം ഒരു തീരുമാനം ഉണ്ടാക്കുകയും വേണം. അത് കഴിഞ്ഞ് മതി ഭാര്യയും കൂട്ടിക്കൊണ്ടുപോയി പ്രാതൽ കഴിക്കുന്നത്. സുരേഷ് കുമാറിന്റെ തല കുനിഞ്ഞു. അപ്പോൾ സനീഷ് പറഞ്ഞു, ഒക്കെ തുടങ്ങി വെച്ചത് നിങ്ങൾ തന്നെയാ സാറേ. അതുകൊണ്ട് മര്യാദയ്ക്ക് അവിടെ എങ്ങാനും പോയിരുന്നോ? അല്ലേല് ഇന്നലെ രാത്രി മുതല് തരിച്ചോണ്ടിരിക്കുന്ന എന്റെ കൈക്ക് പണിയാകും. വാക്കുകൾക്കിടയിൽ ഒളിഞ്ഞിരുന്ന ഭീഷണി സുരേഷ് കുമാർ തിരിച്ചറിഞ്ഞു. ഒന്നും മിണ്ടാതെ അയാൾ തിരിച്ചു നടന്ന മരക്കുറ്റിയിൽ ചെന്നിരുന്നു.
അകത്തു നിന്നൊരു യുവാവ് ഇറങ്ങി വന്നു. എണ്ണക്കറുപ്പുള്ളവൻ, കലമാന്റെ പേശികൾ പോലെ ദൃഢമായ പേശികളുള്ളവൻ. അവൻ എല്ലാവർക്കും കാപ്പി കൊടുത്തിട്ട് ഒന്നും മിണ്ടാതെ അകത്തേക്ക് പോയി. അകത്ത് മരക്കമ്പുകൾ കൂട്ടിക്കെട്ടിയുണ്ടാക്കിയ ഒരു കട്ടിലിൽ കിടക്കുകയായിരുന്നു ശിവജി. മൂപ്പന്റെ നിർദ്ദേശാനുസരണം രണ്ട് ചെറുപ്പക്കാർ അവന്റെ ശരീരത്തിൽ ഒരുതരം രൂക്ഷഗന്ധമുള്ള തൈലം പുരട്ടുകയും തടവുകയും ചെയ്യുന്നുണ്ട്. കണ്ണു തുറന്ന് വേദന കടിച്ചമർത്തിക്കൊണ്ട് കിടക്കുന്ന ശിവജി തന്റെ തൊട്ടടുത്തിരിക്കുന്ന മജീദിനോട് സംസാരിക്കുന്നുണ്ട്. മജീദ്, എന്നെ കാണാതെ അമ്മയും ദുർഗയും ഇപ്പൊ വിഷമിക്കുന്നുണ്ടാവും. ഇവരോട് പറഞ്ഞിട്ട് നമുക്കങ്ങ് പോയാലോ? വേണ്ട കേട്ടോ, അത് ശ്രദ്ധിച്ച് മൂപ്പൻ പറഞ്ഞു. സന്ധ്യയാകുമ്പോഴേക്കും വിട്ടേക്കാം. എങ്കിൽ ശിവജി മജീദിനെ നോക്കി, നീ പോയി വീട്ടിൽ വിവരം ഒന്ന് പറയും, എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന്. അത് പറയാൻ നമ്മുടെ പിള്ളേരോട് ഞാൻ പറഞ്ഞേക്കാം, പോരെ? മതി. ആ പിന്നെ സുരേഷ് സാറിന്റെയും ഭാര്യയുടെയും കാര്യമോ? പെട്ടെന്ന് ശിവജിയുടെ മുഖം മുറുകി. അവനോട് പറഞ്ഞേര്, രണ്ടു കാലിൽ നിവർന്നു നിൽക്കാൻ കഴിഞ്ഞാൽ ഞാൻ ആദ്യം ചെല്ലുന്നത് അവന്റെ അടുത്തേക്കായിരിക്കുമെന്ന്. കരഞ്ഞാലും കാലു പിടിച്ചാലും അവന് മാപ്പില്ലെന്ന്. അയാൾ പോലീസ് വിവരം അറിയിച്ചിട്ട് അവരിങ്ങോട്ട് വന്നാലോ? മജീദിന് സംശയം. ഈ കോളനിക്ക് 1 കിലോമീറ്ററിന് അപ്പുറത്തുമല്ലാതെ ഒരു പോലീസും വരില്ല. മാത്രമല്ല, അവർക്ക് എന്നെ എന്ത് ചെയ്യാനാവും? ഞാൻ മരം മുറിച്ചുവെന്ന് തെളിയിക്കാൻ അവർക്ക് എന്തുണ്ട്? തൊണ്ടിയെടുക്കാനാവുമോ ഇവിടെ നിന്ന്? അത് നേരാണെന്ന് മജീദിന് തോന്നി. ശിവജി തുടർന്നു. തൊണ്ട് കിട്ടിയില്ലെങ്കിൽ ഫോറസ്റ്റുകാർക്ക് ആരെയും ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോ ACFന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുവന്നത്? ശിവജി ഒന്ന് ചിരിച്ചു. അങ്ങനെ ഒരു കേസ് ഉണ്ടാകാതിരിക്കാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരണോ മജീദേ? മജീദിന് കാര്യം മനസ്സിലായി. അവൻ എഴുന്നേറ്റ് മൂപ്പന്റെ വീടിന്റെ വാതിൽക്കലെത്തി. തമ്പിയെ അടുത്ത് വിളിച്ച് സ്വകാര്യം പറഞ്ഞു. പിന്നെ അകത്തേക്ക് മടങ്ങി. തമ്പി സനേഷിനോടും മറ്റും വിവരം പറഞ്ഞു. അവർ ഒന്നിച്ച് സുരേഷ് കുമാറിന്റെ അടുത്തേക്ക് ചെന്നു. സുരേഷ് കുമാറിന്റെ നെറ്റി ചുളിഞ്ഞു. അറിയാതെ അയാൾ മരക്കുറ്റിയിൽ നിന്ന് എഴുന്നേറ്റു. എന്തു വേണം? പരിഭ്രമത്തോടെ അയാൾ തിരക്കി. 1 ലോഡ് ചന്ദനം വേണം, തരുമോ സാറ്? തമ്പി ചിരിച്ചു. ആ ചിരിയിൽ തന്നെ സുരേഷ് കുമാറിന് അസ്വാഭാവികത തോന്നി. അപ്പോൾ സനേഷ് സുരേഷ് കുമാറിന്റെ ജീപ്പ് പരിശോധിക്കുകയായിരുന്നു. അതിന്റെ ഡാഷിൽ നിന്ന് അയാളുടെ ലെറ്റർ ഹെഡും സീലുകളും അവൻ കണ്ടെടുത്തു. പിന്നെ തല പുറത്തേക്ക് നീട്ടി തമ്പിക്ക് ഒരടയാളം കൊടുത്തു. സാറ് വാ. തമ്പി സുരേഷ് കുമാറിനോട് പറഞ്ഞു. എങ്ങോട്ട്? അതറിഞ്ഞേ സാറ് വരത്തുള്ളോ? ഓട്ടോ ഡ്രൈവർമാരിൽ ഒരാൾ പല്ലു ഞെരിച്ചു. സുരേഷ് കുമാർ അവനെ തുറച്ചു നോക്കി. നാളെയും പരസ്പരം കാണേണ്ടവരാ നമ്മള്. ഓഹോ, അപ്പോൾ അതൊക്കെ സാറിന് ഓർമ്മയുണ്ട്. എന്നിട്ടാണോ ഇന്നലെ രാത്രി തെരുവ് പട്ടിക്ക് പറന്നവര് പോലും ചെയ്യാത്ത പണി സാറ് കാണിച്ചത്? മുഖമടച്ച് ഒരടിയേറ്റതുപോലെ വിളറിപ്പോയി സുരേഷ് കുമാർ. എടാ, അയാൾ കൈ ചൂണ്ടി. നീ ആരോടാണ് സംസാരിക്കുന്നതെന്ന് അറിയാമോ? അറിയാം. ഓട്ടോ ഡ്രൈവറും വിട്ടുകൊടുത്തില്ല. കാട് മുടിക്കുന്ന ഒരു കള്ളനോട്. പക്ഷേ ഒന്നോർത്തോ സാറേ, നമ്മൾ 2 കൂട്ടരും കാക്കിയിടുന്നവരാ. സാറിന്റെ കാക്കിയിൽ ഞങ്ങളുടെ വിയർപ്പിന്റെ വില കൊടുത്തു വാങ്ങിയ അധികാര ചിഹ്നങ്ങളുണ്ടാവും. ഞങ്ങളുടെ കാക്കിയിൽ വിയർപ്പിന്റെയും വിശപ്പിന്റെയും ഗന്ധം മാത്രം. ഞങ്ങൾ ജീവിക്കാൻ വേണ്ടി ജോലി ചെയ്യുന്നു, നിങ്ങൾ ജോലി ചെയ്യാൻ വേണ്ടി ജീവിക്കുന്നു. അതാ വ്യത്യാസം. അയാൾ വികാര വിക്ഷോഭങ്ങളാൽ കിതച്ചു. പക്ഷേ അധ്വാനിക്കുന്നവന്റെ കൈകൊണ്ട് ഒന്ന് അങ്ങോട്ട് തന്നാൽ ചന്ദന തൈലം പുരട്ടി തടവിയാലൊന്നും ആ വേദന മാറത്തില്ല കേട്ടോ. അവൻ മുന്നോട്ടാഞ്ഞു. എടാ വേണ്ട. തമ്പി അവനെ പിന്തിരിപ്പിച്ചു. പിന്നെ സുരേഷ് കുമാറിനെ നോക്കി. സാറ് വന്നാട്ടെ. എവിടേക്കാണെന്ന് എനിക്കറിയണം. എന്നാ കേട്ടോ, കൊല്ലാൻ. തമ്പിക്കും ദേഷ്യം വന്നു. തുടർന്ന് അവൻ സുരേഷ് കുമാറിന്റെ കയ്യിൽ കടന്നു പിടിച്ചു. വാടോ. സുരേഷ് കുമാർ കുതറി. ഞാൻ വരില്ല. തനിക്കൊരു തന്തയുണ്ടെങ്കിൽ അയാൾ പോലും വരും. അവൻ ബലമായി സുരേഷ് കുമാറിനെ ഫോറസ്റ്റ് ജീപ്പിനരികിലേക്ക് വലിച്ചിഴച്ചു. കയറടാ ജീപ്പിൽ. ഇല്ല, ആർത്തി വരാതെ ഞാൻ കയറില്ല. അയാൾ തിരിഞ്ഞു നിന്നു. എടോ കിഴങ്ങൻ ഫോറസ്റ്റ് അസിസ്റ്റന്റ് കൺസിഡറേറ്ററെ, തനിക്ക് ഈ ജീപ്പിനുള്ളിൽ ബെഡ്റൂം ഒരുക്കാനല്ല ഞങ്ങളുടെ തീരുമാനം. ഭാര്യയുമൊത്ത് തനിക്ക് മടങ്ങണമെന്നുണ്ടെങ്കിൽ ജീപ്പിൽ കയറണം, തങ്ങളെ അനുസരിക്കണം. എന്നിട്ടും സുരേഷ് കുമാർ എതിർത്തു നിന്നു. അങ്ങോട്ട് കയറടാ. തമ്പി അയാളെ തള്ളി ജീപ്പിൽ കയറ്റി. തൊട്ടടുത്ത സീറ്റിൽ സനേഷ് നേരത്തെ ചിരിയോടെ ഇരിപ്പുണ്ടായിരുന്നു. അവൻ ലെറ്റർ ഹെഡും പേനയും സുരേഷ് കുമാറിന് നീട്ടി. ഇനി ഞങ്ങൾ പറയുന്നത് പോലെ ഒരു പ്രേമലേഖനം സാർ ഇതിലേക്ക് ഒന്ന് എഴുതി ഒപ്പും വെച്ച് സീലടിച്ച് തന്നാട്ടെ. പിന്നെ ഭാര്യയും കൊണ്ട് ഹണിമൂണിന് പോയാട്ടെ. എനിക്ക് വയ്യ. പാമ്പിനെ കണ്ടതുപോലെ സുരേഷ് കുമാർ കൈകൾ പിൻവലിച്ചു. മര്യാദയുടെ ഭാഷ തനിക്ക് അറിയത്തില്ല അല്ലേ? പുറത്തു നിന്നുകൊണ്ട് തമ്പി കൈ ചുരുട്ടി ഒറ്റയിടി.
സുരേഷ് കുമാറിന്റെ വലതുകാതിനും തോളിനും മധ്യേ കഴുത്തിൽ അവ്യക്തമായ ഒരു നിലവിളിയോടെ അയാളുടെ കഴുത്ത് ഇടത്തേക്ക് ചരിഞ്ഞു. തലമുടിയിൽ കുത്തിപ്പിടിച്ച് മുഖം നേരെയാക്കിക്കൊണ്ട് തമ്പി വീണ്ടും കൈ ചുരുട്ടി. തനിക്ക് എഴുതാമോ? എഴുതാം, അയാൾ സമ്മതിച്ചു. തമ്പി പിടിവിട്ടു. സനേഷ് ലെറ്റർ ഹെഡും പേനയും അയാളുടെ കൈകളിലേക്ക് വച്ചു കൊടുത്തു. പിന്നെ പറഞ്ഞു, എഴുതിക്കോ. എന്റെ സ്വന്തം മായാണ്ടി തേവർക്ക്. വിറപൂണ്ട വിരലുകൾ കൊണ്ട് സുരേഷ് കുമാർ അങ്ങനെ എഴുതി. പക്ഷേ അവരുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് അയാൾക്ക് അല്പം പോലും മനസ്സിലായില്ല. എന്റെ സ്വന്തം മായാണ്ടി തേവർക്ക്. അത്രയും എഴുതിയിട്ട് ACF സുരേഷ് കുമാർ സനേഷിന്റെ മുഖത്തേക്ക് നോക്കി. നല്ല വടിവത്ത അക്ഷരത്തിൽ എഴുതിക്കോണം, ഒരു തെറ്റുമില്ലാതെ, സനേഷ് മുന്നറിയിപ്പ് കൊടുത്തു. എന്നിട്ട് ബാക്കി പറഞ്ഞു തുടങ്ങി. 2 തവണ ഞാൻ വെട്ടിപ്പിടിച്ചു തന്ന ചന്ദനമരങ്ങളുടെ പണം ഇനിയും തന്നിട്ടില്ല. അല്ല, അത് പിന്നീട് മതിയെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. അത് പകുതി എഴുതി കഴിഞ്ഞപ്പോൾ സുരേഷ് കുമാർ അമ്പരപ്പോടെ സനേഷിനെ നോക്കി. എന്തിനാ ഇങ്ങനെയൊക്കെ എഴുതുന്നത്? തന്റെ അമ്മായിയമ്മയെ കെട്ടിച്ചുവിടാനുള്ള പണമുണ്ടാക്കാൻ. കൈ ചുരുട്ടിക്കൊണ്ട് തമ്പി മുന്നോട്ടാഞ്ഞു. അതോടെ സുരേഷ് കുമാർ അടങ്ങി. ബാക്കി കൂടി എഴുതി. ഇന്നലെ മുഴുത്ത ഒരു ചന്ദനമരം ഞാൻ പകുതി മുറിച്ചു വെച്ചിട്ടുണ്ട്. അടുത്ത ആഴ്ച അതും അങ്ങെത്തും. അതിന്റെ പണം കൂടി ചേർത്ത് ICICI ബാങ്കിലെ എന്റെ അക്കൗണ്ട് നമ്പറിൽ നിക്ഷേപിച്ചാൽ മതി, സനേഷ് തുടർന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. മടിയോടെയാണെങ്കിലും സുരേഷ് കുമാറിന് എല്ലാം അതേപടി എഴുതേണ്ടി വന്നു. ഒടുവിൽ സനേഷ് മറ്റൊരു കാര്യം കൂടി പറഞ്ഞു കൊടുത്തു. ഒരാഴ്ച എന്റെ ഭാര്യയ്ക്ക് തന്റെ ഒപ്പം കഴിയേണ്ടി വന്നല്ലോ. അതിന്റെ ദേഷ്യം അവൾക്ക് ഇപ്പോഴും തീർന്നിട്ടില്ല. കിടുങ്ങിപ്പോയി സുരേഷ് കുമാർ. ഇല്ല, എന്നെ കൊണ്ട് ഇത് എഴുതാൻ പറ്റില്ല, അയാൾ നടുക്കത്തോടെ തീർത്തു പറഞ്ഞു. ആ നിമിഷം തന്നെ പുറത്തുനിന്ന തമ്പി ചുരുട്ടിയ കൈത്തലവുമായി ചീറിയെത്തി. സുരേഷ് കുമാറിന്റെ വലതു വാരിയലുകൾക്കിടയിൽ ഒരു കൈ ഒരാഘാതം തീർത്തു. അമ്മേ, അലറിപ്പോയി സുരേഷ് കുമാർ. മിണ്ടരുത്, തമ്പി വലതു കൈ നീട്ടി അയാളുടെ മുഖത്ത് അമർത്തിപ്പിടിച്ചു. പിന്നെ പതുക്കെ കൈമാറ്റിയിട്ട് പറഞ്ഞു, അനുസരിക്കാതിരുന്ന കൊന്നുകളയും ഞാൻ. സുരേഷ് കുമാർ ഭീതിയോടെ മിടയിറക്കി. എന്നിട്ട് ഒന്നും മിണ്ടാതെ സനേഷ് പറഞ്ഞത് എഴുതി. സനേഷ് ബാക്കി പറഞ്ഞു കൊടുത്തു. വെട്ടുന്ന ചന്ദനമരങ്ങൾക്ക് ഒരു ഉത്തരവാദി വേണമല്ലോ. അതിന് ഇവിടുത്തെ ഒരു പ്രകൃതി സ്നേഹിയെ ഞാൻ കുരുക്കിയിട്ടുണ്ട്, ഒരു ശിവജിയെ. എന്റെ പെള്ളുംപിള്ളയുടെ കലിയടക്കാനായി ഒരു മജീദും സംഘവും അവളെ തട്ടിക്കൊണ്ടുപോയെന്നൊരു കേസും കൊടുക്കാം. എന്റെ അറിവോടെയാണ് തേവരുടെ ആളുകൾ അവളെ കൊണ്ടുപോയതെന്ന് അവൾക്കറിയാത്തത് കൊണ്ട് കാര്യം എളുപ്പമാകും. അപ്പോ ഉടനെ നമുക്ക് നേരിൽ കാണാം എന്ന് സ്വന്തം സുരേഷ് കുമാർ. അത്രയും എഴുതി കഴിഞ്ഞപ്പോഴേക്കും സുരേഷ് കുമാർ വിയർപ്പിൽ കുളിച്ചു കഴിഞ്ഞിരുന്നു. ഇനി വൃത്തിയായിട്ട് ഒരു ഒപ്പും കൂടി വെച്ചേര് സാറേ. സനേഷ് ചിരിച്ചു. ACF ഒപ്പുവെച്ചു. സീലും കോപ്പും ഒന്നും വേണ്ട. അവൻ ആ പേപ്പർ വാങ്ങിയിട്ട് ജീപ്പിൽ നിന്നിറങ്ങി. എന്തിനാ നിങ്ങൾ എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ എഴുതി വാങ്ങിയത്? വിറയലോടെയാണെങ്കിലും ഒരു വിധത്തിൽ സുരേഷ് കുമാർ ചോദിച്ചു. ചുമ്മാ, തമ്പി കണ്ണിറുക്കി. ഇനി ഏതെങ്കിലും കാര്യത്തിന് താൻ ഞങ്ങളെ ദ്രോഹിച്ച ഈ കത്ത് ഞങ്ങൾ മുതലാക്കും. മായാണ്ടി തേവർ എന്നൊരു ചന്ദനം കള്ളക്കടത്തുകാരൻ ഉള്ളതാണല്ലോ. ആ നിലയ്ക്ക് സംഗതി സത്യമാണെന്നേ പത്രക്കാരും ജനങ്ങളും കരുതൂ. പിന്നെ സസ്പെൻഷനായി, പൊല്ലാപ്പായി. ഇതൊക്കെ കള്ളമാണെന്ന് തെളിയുമ്പോഴേക്കും സാറ് പരമാവധി നാറി കഴിഞ്ഞിരിക്കും. ചിലപ്പോ സാറിന്റെ പൊണ്ടാട്ടി ആത്മഹത്യ ചെയ്തെന്നും വരാം. എപ്പടി? സുരേഷ് കുമാർ തമ്പിയെ തുറച്ചു നോക്കി. പിന്നെ വിവശതയോടെ സ്റ്റിയറിംഗ് വീലിലേക്ക് തല ചായ്ച്ചു. അപ്പോൾ സനേഷിന്റെ ശബ്ദം അയാളുടെ കാതുകളിൽ വന്നു വീണു. ഞങ്ങളുടെ ശിവജി എവിടെയുണ്ടെന്ന് ആരോടെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ, 3.5 തരം ഈ പറഞ്ഞത് നടന്നിരിക്കും. പോലീസ് ഞങ്ങളെ തേടി വന്നാലും അതുതന്നെ സംഭവിക്കും. സനേഷ് മൂപ്പന്റെ വീട്ടിലേക്ക് നടന്നു. അല്പം കഴിഞ്ഞപ്പോൾ കുനിഞ്ഞ ശിരസോടെ ആരതി വന്ന് ജീപ്പിൽ കയറി. അവൾ ആരെയും നോക്കിയില്ല, ഭർത്താവിനെ പോലും. യാന്ത്രികമായി സുരേഷ് കുമാർ ജീപ്പ് മുന്നോട്ടെടുത്തു. രാവിലെ 9 മണി. ലെനിനും കണ്ടെയ്നർ സാബുവും സ്കോർപിയോയിൽ മറയൂർ പോലീസ് സ്റ്റേഷനിലെത്തി. ലെനിൻ മാത്രം അകത്തേക്ക് കയറി. SI ചോര ഡേവിഡിന്റെ മുന്നിലെത്തി. ഡേവിഡിന്റെ മുഖത്ത് വിളറിയ ഒരു ചിരിയുണ്ടായിരുന്നു. ലെനിൻ മുതലാളി ഇരിക്ക്. പക്ഷേ ലെനിൻ ഇരുന്നില്ല. കൈകൾ മേശപ്പുറത്തൂന്നി അവൻ ഡേവിഡിന്റെ കണ്ണുകളിലേക്ക് നോക്കി. എന്തൊക്കെ വീരവാദങ്ങളായിരുന്നു സാറേ. എന്നിട്ടിപ്പോഴും വല പൊട്ടിച്ച് രക്ഷപ്പെട്ടു അല്ലേ ആ ശിവജി? മുതലാളി, അത് ഡേവിഡ് പതർച്ചയോടെ എന്തോ പറയാനാഞ്ഞു. വേണ്ട, ലെനിൻ കൈ ഉയർത്തി. നിങ്ങളുടെ പുളിച്ച ന്യായവാദം കേൾക്കാനല്ല ഞാൻ വന്നത്, മറ്റൊരു കാര്യം പറയാനാ. ആ ട്രാക്ടർ ചന്ദ്രൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെയോ? ഡേവിഡ് ചാടി എഴുന്നേറ്റു.
അതെ, ഇന്നലെ രാത്രി ഞങ്ങളെ അയാൾ ആക്രമിച്ചു. എന്റെ വണ്ടി തകർത്തു. അവൻ കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞു. മിഴിച്ചു നിൽക്കുകയാണ് ഡേവിഡ്. ലെനിൻ തുടർന്നു. മറയൂറും കാന്തല്ലൂരും വിട്ട് ഒരിടത്തേക്ക് അവൻ പോകാനിടയില്ല. മണ്ണ് കിളച്ചു മറിച്ചിട്ടായാലും നിങ്ങൾ അവനെ പൊക്കിയിരിക്കണം. എനിക്ക് അവനെ വേണം. ലെനിൻ ഒരു പേപ്പർ ചുരുൾ മേശപ്പുറത്തേക്കിട്ടു. ഇത് പിടിച്ചോ. എഴുതി തയ്യാറാക്കിയ പരാതി കിട്ടിയിട്ടില്ലെന്ന് പറയണ്ട. തിരിഞ്ഞു നടക്കും മുമ്പേ ലെനിൻ ഒന്നുകൂടി പറഞ്ഞു. അവനെ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് വന്നതുപോലെ തിരിച്ചു പോകേണ്ടി വരും. അത് മറക്കണ്ട. ക്യാബിന്റെ ഹാഫ് ഡോർ വലിച്ചു തുറന്ന് ലെനിൻ പുറത്തു കടന്നു. അവന്റെ കാലച്ചകന്നു പോയതും തുപ്പിയെടുത്ത് തലയിൽ വെച്ചു ഡേവിഡ് പുറത്തേക്കിറങ്ങി. കാന്തല്ലൂർ ശിവജിയുടെ വീട്. മീനാക്ഷിയമ്മയും ദുർഗയും ശർക്കര ഷെഡിലേക്ക് പോകാൻ തയ്യാറാവുകയായിരുന്നു. ചെല്ലൻ നേരത്തെ പോയി. അവർ അച്ഛനും മറ്റും അവിടെയുണ്ട്. എങ്ങനെയാ മോളെ? അടുക്കള ഭാഗത്തേക്ക് ചെന്ന് മീനാക്ഷിയമ്മ ശബ്ദം താഴ്ത്തി മകളോട് തിരക്കി. ശിവജിയെക്കുറിച്ച് ഒന്നും അറിഞ്ഞില്ലല്ലോടി. പോലീസ് തിരയുന്ന ചന്ദ്രനെ എവിടെ താമസിപ്പിച്ചിട്ട് നമ്മൾ പോവുകയാണെന്ന് പറഞ്ഞ മറുപടി നൽകാതെ ദുർഗ അകത്തെ മുറിയിലേക്കൊന്ന് പാളി നോക്കി. ചെല്ലൻ കിടന്നിരുന്ന പായിൽ സുഖനിദ്രയിലാണ് ചന്ദ്രൻ. അയാളോട് ഇറങ്ങിപ്പോകാൻ പറയുന്നത് എങ്ങനെയാണ് അമ്മേ? സുനന്ദയെ അത്ര വേഗം മറക്കാൻ പറ്റുമോ നമുക്ക്? മീനാക്ഷിയമ്മയ്ക്ക് ഉത്തരമില്ലായിരുന്നു. വാതിലടച്ച് ഇരുവരും ഇറങ്ങി. റോഡിലെത്തിയപ്പോൾ ഒരു ഹീറോ ഹോണ്ട ബൈക്ക് അവർക്കരികിൽ വന്നു നിന്നു. മീനാക്ഷിയമ്മയല്ലേ? അതിലിരുന്ന ചെറുപ്പക്കാരൻ തിരക്കി. അതെ, ആരാ? ഞാൻ കോവിൽക്കടവിലെ ഓട്ടോ ഡ്രൈവറാ. ഇവിടെ വന്ന് ഒരു കാര്യം പറയാൻ മജീദയ്ക്ക് ഏൽപ്പിച്ചിരുന്നു. എന്നതാ? മജീദയ്ക്കും ശിവജിയും വൈകിട്ടേ വരത്തുള്ളെന്ന്. ചിലപ്പോ നാളെ രാവിലെ ആകും. അവരെവിടെ പോയതാ? ദുർഗയാണ് തിരക്കിയത്. അത് പറഞ്ഞില്ല. എങ്കിൽ ഞാനങ്ങോട്ട്. ചെറുപ്പക്കാരൻ മടങ്ങി. മീനാക്ഷിയമ്മയ്ക്ക് ശുണ്ഠി വന്നു. എവിടെയാണെങ്കിലും ഇവനൊക്കെ ഒന്ന് പറഞ്ഞാലെന്താ? ഈ അമ്മയുടെ ഒരു കാര്യം. ദുർഗയ്ക്ക് ചിരി വന്നു. അവർ ഷെഡിലേക്ക് നടക്കുമ്പോൾ ഒരു വാഹനം കയറി വരുന്ന ശബ്ദം കേട്ടു. ദുർഗ തിരിഞ്ഞു നോക്കി. പോലീസ് ജീപ്പ്. അവളുടെ നെഞ്ചിൽ ഒരാന്തലുണ്ടായി. ചന്ദ്രേട്ടൻ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണോ പോലീസിന്റെ വരവ്? ആണെങ്കിൽ എന്റെ ദൈവമേ! മീനാക്ഷിയമ്മയും പോലീസ് ജീപ്പ് കണ്ടു. മോളെ! ഭീതിയോടെ അവർ വിളിച്ചു. അവർ വരട്ടെ. അമ്മയുടെ മുഖത്ത് ആവശ്യമില്ലാത്ത ഭാവമാറ്റമൊന്നും ഉണ്ടാകരുത്. അവൾ മുന്നറിയിപ്പ് നൽകി. മീനാക്ഷിയമ്മ മിണ്ടിയില്ല. ജീപ്പ് അവർക്കരികിൽ വന്നു നിന്നു. ചോര ഡേവിഡ് ഒരു വഷളം ചിരിയോടെ ദുർഗയെ അടിമുടി നോക്കി. പിന്നെ ജീപ്പിൽ നിന്നിറങ്ങി. എങ്ങോട്ടാ രണ്ടാളും കൂടി? ശർക്കര ഷെഡിലേക്ക്. അനിഷ്ടത്തോടെ പറഞ്ഞിട്ട് ദുർഗ മുന്നോട്ട് നടക്കാനാഞ്ഞു. പൊടുന്നനെ ഡേവിഡ് മുന്നിൽ കയറി നിന്നു. അങ്ങനെ അങ്ങ് പോയാലോടി. ഒന്നും ഞാൻ അറിയത്തില്ലെന്ന് കരുതിയോ? നെഞ്ചിൽ ഒരു ചൂണ്ട കൊളുത്തി വലിച്ചതുപോലെ ദുർഗയ്ക്ക് തോന്നി. ചന്ദ്രേട്ടൻ ഇവിടെ ഉണ്ടെന്ന് പോലീസ് അറിഞ്ഞിരിക്കുന്നു. അവൾ ഇടം കണ്ണിട്ട് അമ്മയെ ഒന്ന് നോക്കി. താനിപ്പോ താഴെ വീഴുമെന്ന ഭാവത്തിൽ നിൽക്കുകയാണ് മീനാക്ഷിയമ്മ. ദുർഗ വേഗം സമചിത്തത വീണ്ടെടുത്തു. എന്തറിഞ്ഞെന്നാ സാറ് പറയുന്നത്? അതൊക്കെ മനസ്സിലാക്കി തരാം. ഡേവിഡ് തിരിഞ്ഞ് പോലീസുകാരെ നോക്കി. കേറി തപ്പ്. എന്റെ ഊഹം ശരിയാണെങ്കിൽ അവൻ അവിടെ കാണും. ശിരസിനുള്ളിലേക്ക് ഒരു ഇടിമിന്നൽ പൊളഞ്ഞു കയറിയതുപോലെ ദുർഗ പിടഞ്ഞു. ആര് ആര് കാണുമെന്നാ സാറ് പറയുന്നത്? വല്ല വിധേനയും അവൾ തിരക്കി. ഡേവിഡ് അപ്പോഴും ചിരിച്ചു. നിനക്കെന്താടി ഒരു പരിഭ്രമം? പരിഭ്രമം? എനിക്കോ? ദുർഗ നെഞ്ചിലെത്തി പുറത്തു കാണിക്കാതിരിക്കാൻ പരമാവധി ശ്രമിച്ചു. പോലീസുകാർ വീടിന് നേർക്ക് നടക്കുന്നത് മീനാക്ഷിയമ്മ കണ്ടു. അവളുടെ കയ്യിൽ അമർത്തി പിടിച്ചു. ആ കൈയുടെ വിറയിൽ ദുർഗ തിരിച്ചറിഞ്ഞു. പോലീസുകാർ വാതിലിൽ തള്ളി നോക്കി. രണ്ടുപേർ പിൻഭാഗത്തെ വാതിലിനരിയിലേക്കും പോയി. വാതിൽ അവർ ചവിട്ടി പൊളിക്കണ്ടെങ്കിൽ താക്കോല് കൊണ്ടു കൊടുക്കടി. ഡേവിഡ് ദുർഗയെ നോക്കി പറഞ്ഞു. അവൾ മുന്നോട്ട് നടക്കാൻ ഭാവിച്ചതാണ്. അപ്പോൾ ഒരു പോലീസുകാരൻ വിളിച്ചു പറഞ്ഞു. സർ, പിന്നിലെ വാതിൽ തുറന്നു കിടക്കുകയാ. ഇതിനുള്ളിൽ ആരുമില്ല. ഏ? അമ്പരപ്പ് നിറഞ്ഞ ഒരു ശബ്ദം ദുർഗയിൽ നിന്നാണ് ആദ്യമുണ്ടായത്. അപ്പോൾ ചന്ദ്രേട്ടൻ. എന്താടി നീ ഞെട്ടിയത്? ഡേവിഡിന്റെ പുരുകം ചുളിഞ്ഞു. അപ്പോ വീട്ടിൽ ആരോ ഉണ്ടായിരുന്നു അല്ലേ? നിമിഷത്തിനുള്ളിൽ ദുർഗ ധൈര്യവതിയായി. അതെ, ഉണ്ടായിരുന്നു സാറേ. ഒരു പൂച്ചയും 2 കുഞ്ഞുങ്ങളും. എടീ! അയാൾ കൈയോങ്ങി. വേണ്ട. ദുർഗയുടെ മുഖം മാറി. ഇവിടെ വന്നപ്പോ മുതൽ ഞാൻ ശ്രദ്ധിക്കുക സാറിന്റെ എടി പൊടി എന്നുള്ള വിളി. അതൊക്കെ അങ്ങ് വീട്ടിൽ ചെന്ന് വിളിച്ചാ മതി. മോളെ! മീനാക്ഷിയമ്മ എന്തോ പറയാൻ ഭാവിച്ചു. പക്ഷേ ദുർഗ വിലക്കി. അമ്മയൊന്നും മിണ്ടാതിരിക്കി. നമ്മൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ പോലീസിന്റെ ഈ പ്രഹസനങ്ങൾ? സ്ത്രീകളാണെന്ന് കരുതി എന്തു കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യണോ? മീനാക്ഷിയമ്മയ്ക്ക് പേടി തോന്നി. പക്ഷേ ദുർഗ ഒട്ടും പതറിയില്ല. ചോര ഡേവിഡ് വിളറിപ്പോയി.
പോലീസുകാരുടെ മുന്നിൽ വെച്ച് ഇവൾ ഇങ്ങനെയൊക്കെ പറയുമെന്ന് ചിന്തിച്ചതേയില്ല. ശിവജിയെക്കുറിച്ച് ഓർത്തപ്പോൾ കൂടുതലൊന്നും പറയാൻ അയാൾക്ക് നാവും അനങ്ങിയില്ല. പോലീസുകാർ മടങ്ങിയെത്തി. പോകാം. ഡേവിഡ് ജീപ്പിലേക്ക് കയറി. അതിനിടെ ദുർഗയോട് പറഞ്ഞു, ഞാൻ നിന്നോട് ഇതിന് മറുപടി പറയും കേട്ടോ, പിന്നെ ആവട്ടെ. ഓ. അവൾ മുഖം വെട്ടിച്ചു. ഡേവിഡ് പല്ലുകൾ കടിച്ചമർത്തി. എന്തോ ഓർത്തതുപോലെ ദുർഗ പെട്ടെന്ന് തിരക്കി. സാറ് ആരെ തിരഞ്ഞാന്ന് വന്നതെന്ന് പറഞ്ഞില്ല. ഡേവിഡിന്റെ കണ്ണുകൾ കുറുകി. ശിവജി. അവൻ എവിടെ പോയി ഒളിച്ചാലും ഞാൻ പൊക്കിയിരിക്കും. പറഞ്ഞേരെ. മീനാക്ഷി അമ്മയ്ക്കോ ദുർഗയ്ക്കോ ഒന്നും മനസ്സിലായില്ല. ജീപ്പ് കുന്നിറങ്ങി തിരിച്ചുപോയി. ചന്ദ്രൻ എന്തിയെ മോളെ? മീനാക്ഷിയമ്മ ആകുലതയോടെ വീടിനു നേരെ നോക്കി. നോക്കാം. ദുർഗ തിരിഞ്ഞു നടന്നു. താക്കോലെടുത്ത് അവർ വീടിന്റെ മുൻവാതിൽ തുറന്നു. ചന്ദ്രേട്ടാ. അകത്തേക്ക് കയറുന്നതിനിടയിൽ അവൾ വിളിച്ചു. പ്രതികരണമില്ല. അവൾക്ക് അത്ഭുതം തോന്നി. ഭൂമി പിളർന്ന് മറഞ്ഞതുപോലെ സെക്കൻഡുകൾക്കുള്ളിൽ ചന്ദ്രേട്ടൻ എവിടെ പോയി? വീടിനുള്ളിൽ മുഴുവൻ ശ്രദ്ധിച്ചിട്ട് അവൾ പിൻഭാഗത്തെത്തി. പൊടുന്നനെ കരിമ്പിൻകാട്ടിൽ ഒരനക്കം. അവൾ അങ്ങോട്ട് തിരിഞ്ഞു. കരിമ്പോലകൾ വകഞ്ഞു മാറ്റി ഒരാൾ വരുന്നു. ചന്ദ്രൻ. പേടിക്കണ്ട. അയാൾ ചിരിച്ചു. ജീപ്പിന്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ എനിക്ക് അപകടം മണത്തു. ഞാൻ ഇറങ്ങിപ്പോന്നു. ദുർഗയ്ക്ക് ആശ്വാസമായി. എങ്കിൽ ഞങ്ങൾ ശർക്കര ഷെഡിലേക്ക് ചെല്ലട്ടെ ചന്ദ്രേട്ട? ഓ. അയാൾ വീടിനുള്ളിലേക്ക് കയറി. ലെനിൻ അപ്പോൾ കോവിൽക്കടവിലുണ്ടായിരുന്നു. കരിമ്പിൻ തോട്ടത്തിലെ ചെറിയ കെട്ടിടത്തിനുള്ളിൽ. കണ്ടെയ്നർ സാബുവും കത്രിക പരമവും ഇരുമ്പ് കമാലും അവന്റെ മുമ്പിൽ ആജ്ഞയ്ക്ക് കാത്തുനിന്നു. ഒരു സിഗരറ്റ് എടുത്ത് ചുണ്ടുകൾക്കിടയിൽ തിരികിക്കൊണ്ട് ലെനിൻ പറഞ്ഞു, പോലീസ് അവരുടെ വഴിക്ക് നീങ്ങട്ടെ, നമ്മൾ നമ്മുടെ വഴിക്കും. ഇന്ന് സൂര്യൻ അസ്തമയ്ക്ക് മുമ്പ് മറയൂറിൽ പലതും നടന്നിരിക്കണം. ഇതെന്റെ തീരുമാനമാ. അനുചരർ ശ്രദ്ധയോടെ കേട്ടുനിന്നു. ലെനിൻ തുടർന്നു, ട്രാക്ടർ ചന്ദ്രനും ശിവജിയും. അങ്ങനെ പേരുള്ള രണ്ടുപേർ ഇനി മറയൂര് വേണ്ട. മനസ്സിലായല്ലോ? ഗുണ്ടകൾ തലയാട്ടിക്കൊണ്ട് പരസ്പരം നോക്കി. കൊന്നുകളഞ്ഞേക്കട്ടെ. കത്രിക പരമുവിന്റെ കണ്ണുകൾ ഇടം വലം വെട്ടി. കൊല്ലണം, പക്ഷേ കൊല്ലുന്നത് ഞാനായിരിക്കണം. അവരെ എന്റെ മുന്നിൽ കൊണ്ടുവരുന്നത് മാത്രമാണ് നിങ്ങളുടെ ജോലി. ലെനിൻ സിഗരറ്റ് ആഞ്ഞു വലിച്ച് പുകയോതി. അവസാന യുദ്ധമാണിത്. ഇതിൽ പങ്കുചേരാൻ ഒരാൾ കൂടിയുണ്ട്. ശിവജിയുടെ പെങ്ങൾ ദുർഗ. ശിവജിക്കും ട്രാക്ടർ ചന്ദ്രനുമൊപ്പം അവളെ കൂടി നിങ്ങൾ എന്റെ മുന്നിൽ എത്തിക്കുക. അതിന് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ആരും എന്റെ മുന്നിൽ വരരുത്. മനസ്സിലായോ? ആയി. ഇരുമ്പുകമൽ തലയാട്ടി. മിനിറ്റുകൾക്കുള്ളിൽ അവർ 3 സംഘങ്ങളായി പിരിഞ്ഞു. ചോര മരവിപ്പിക്കുന്ന അന്ത്യയുദ്ധത്തിന്. മറയൂർ ചന്ദന ബാർ. മങ്ങിയ ഇരുൾ തങ്ങി നിൽക്കുന്ന ഒരു മൂലയിലുണ്ടായിരുന്നു അവർ. കണ്ടെയ്നർ സാബു, ഇരുമ്പ് കമാൽ, കത്രിക പരമു, ടിപ്പർ ശെൽവം, അവരുടെ ചില അനുചരർ. മേശയ്ക്ക് ചുറ്റും വട്ടമിട്ടിരിക്കുന്ന അവരുടെ മുന്നിൽ പീറ്റേഴ്സ് കോട്ടിന്റെ ഒഴിഞ്ഞ 3 ബോട്ടിലുകളും ഒഴിഞ്ഞ സോഡാ കുപ്പികളും. ബാക്കി ഭാഗത്ത് ചിക്കന്റെ കടിച്ചു തുപ്പിയ അവശിഷ്ടങ്ങളും മറ്റു ഭക്ഷണ പദാർത്ഥങ്ങളും. എരിഞ്ഞു തീർന്ന സിഗരറ്റ് കുറ്റി ആഷ്ട്രയിൽ കുത്തി തിരികിക്കൊണ്ട് കണ്ടെയ്നർ സാബു കുഴഞ്ഞ ശബ്ദത്തിൽ വിളിച്ചു, ഡേയ് ഇടവാ. ബാറിന്റെ കൗണ്ടറിൽ ഒരു ജീവനക്കാരുമായി സംസാരിച്ചു നിൽക്കുകയായിരുന്നു ബേറർ. അയാൾ വേഗം അവരുടെ ടേബിളിനടുത്തെത്തി. എന്താടാ വിളിച്ചാ വരാൻ ഇത്ര താമസം? ഇരുമ്പു കമാൽ മുഖം വെട്ടിച്ച് അയാളെ നോക്കി. ഞാൻ വേഗം വന്നല്ലോ സർ. ബേറർ ഭവ്യത നടിച്ചു. നീ പോയി പീറ്റേഴ്സ് കോട്ട് ഒന്നുകൂടെ കൊണ്ടുവാ. സോഡേ. കഴിക്കാൻ എന്തെങ്കിലും വേണോ സർ? പറഞ്ഞത് ചേടാ നായെ. പിന്നെ നീ ഞങ്ങളുടെ കാര്യം നോക്കി ഇവിടെ തന്നെ അങ്ങ് നിന്നാ മതി കേട്ടോ. പറഞ്ഞത് ടിപ്പർ ശെൽവം. ഓ. ഉള്ളിൽ ഉയർന്നു വന്ന തെറി കടിച്ചു വിഴുങ്ങിക്കൊണ്ട് ബേറർ പിൻവാങ്ങി. 4 മണിയായി. കത്രിക പരമു പെറുപെറുത്തു. അതിനെന്താടാ? കമാൽ അയാളുടെ നേരെ തലതിരിച്ചു. കുന്തം. പരമുവിന് ദേഷ്യം വന്നു. നമ്മളിങ്ങനെ കുടിച്ചോണ്ടിരുന്നാ മതിയോ? ലെനിൻ മുതലാളി പറഞ്ഞ കാര്യത്തെക്കുറിച്ച് തീരുമാനിക്കേണ്ടേ? ബാക്കിയുള്ളവരുടെ മുഖം പൊടുന്നനെ ഗൗരവത്തിലായി. ബേറർ അവർക്ക് മുന്നിൽ മദ്യവും സോഡയും കൊണ്ടുവച്ചു. താറാവിന്റെ കഴുത്ത് പിരിക്കുന്നത് പോലെ ടിപ്പർ ശെൽവം മദ്യക്കുപ്പിയുടെ അടപ്പ് തുറന്ന് ഗ്ലാസുകളിലേക്ക് വീഴ്ത്തി. ഇത്തവണ നമുക്ക് പരാജയം പറ്റരുത്. ഇരുമ്പു കമാൽ ഒരു ഗ്ലാസ് മദ്യമെടുത്ത് കയ്യിൽ വെച്ച് മെല്ലെ തിരിച്ചു. കേട്ടറിവ് വെച്ച് നോക്കുമ്പോൾ ശിവജിയെ കൊണ്ട് നല്ലൊരു തെറി വിളിക്കാനുള്ള കഴിവ് പോലുമില്ല. അക്കൂട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നാബി മജീദിനെയും ഓട്ടോക്കാരെയുമാ. അത് നേരാ. കമാൽ സമ്മതിച്ചു. ശിവജി എവിടാണേലും നമ്മുടെ ഒരു സംഘം അവൻ്റെ അടുത്തേക്കും രണ്ടാമതൊരു സംഘം അവൻ്റെ അമ്മയുടെയും പെങ്ങളുടെയും അടുത്തേക്കും പോകണം. അവിടെ മറ്റൊരു പ്രശ്നം കൂടി ഉണ്ടാകാനിടയുണ്ട്.
എല്ലാം ശ്രദ്ധിച്ചിരുന്ന സാബു ഇടയ്ക്ക് കയറി പറഞ്ഞു, അതെന്താ? മറ്റുള്ളവർ അയാളെ തുറച്ചു നോക്കി. ആ, അവറാച്ചനും സംഘവും. ശിവജി വീട്ടിലില്ലെങ്കിൽ മറ്റുള്ളവരുടെ സംരക്ഷണ ചുമതല അവർക്കായിരിക്കും, സംശയമില്ല. കണ്ടെയ്നർ സാബു ഗ്ലാസ്സിലിരുന്നത് ഒറ്റ വലിക്ക് അകത്താക്കിയിട്ട് പുറം കൈ കൊണ്ട് ചുണ്ടു തുടച്ചു. അത് നേരാ, മറ്റുള്ളവർ സമ്മതിച്ചു. അതിന് നമ്മൾക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? പരമുവിന്റെ ചോദ്യത്തിന് സാബു വ്യക്തമായ മറുപടി നൽകി. നമ്മൾ ചെല്ലുമ്പോൾ അവറാച്ചനും തമിഴന്മാരും അവിടെ ഉണ്ടായിരിക്കരുത്. ഓരോരുത്തരും അതിനുള്ള മാർഗത്തെക്കുറിച്ച് തന്നെ ചിന്തിച്ചു. അധികം വൈകാതെ ഉത്തരവും കണ്ടുപിടിച്ചു. 5 മണി. ശാന്ത ഹോസ്പിറ്റലിൽ നിന്ന് രുക്മണിയെ ഡിസ്ചാർജ് ചെയ്യാൻ പോവുകയാണെന്ന് നേഴ്സ് വന്ന് പറഞ്ഞു. സീതയുടെ പുരുകം ചുളിഞ്ഞു. അവൾ അമ്മയും നേഴ്സിനെയും മാറി മാറി ഒന്ന് നോക്കി. ഇന്നിപ്പോ ഇത്ര നേരമായില്ലേ സിസ്റ്റർ, ഇനി നാളെ രാവിലെ പോരെ ഡിസ്ചാർജ്? നേഴ്സ് ഒരു നിമിഷം മിണ്ടാതെ നിന്നു. എന്നിട്ട് മെല്ലെ തിരിഞ്ഞു. ഞാൻ ഡോക്ടറോടൊന്ന് ചോദിച്ചിട്ട് വരാം. അവൾ പുറത്തേക്ക് പോയി. 2 മിനിറ്റിനുള്ളിൽ മടങ്ങി വരികയും ചെയ്തു. ഡോക്ടർ സമ്മതിക്കുന്നില്ല. ആ, വേഗം കൗണ്ടറിൽ പോയി ബില്ലടച്ചോളൂ, നേഴ്സ് പറഞ്ഞു. ഞങ്ങൾ നാളത്തെ ബില്ലും കൂടി അടച്ചാലോ? സീത പ്രതീക്ഷയോടെ അവിടെ നോക്കി. അതൊന്നും ഡോക്ടർ സമ്മതിക്കത്തില്ല. ചുറ്റും ഒന്ന് നോക്കിയിട്ട് നേഴ്സ് ശബ്ദം താഴ്ത്തി. നിങ്ങളെ ഇന്ന് തന്നെ വിടണമെന്ന് ഡോക്ടർക്ക് നിർബന്ധമുള്ളതുപോലെയാ തോന്നുന്നത്. ആ വാക്കുകളിൽ സീതയ്ക്ക് എന്തോ ആപത്ത് മണത്തു. കൗണ്ടറിലേക്ക് വന്നോളൂ. ഒരു നിമിഷം കൂടി അവിടെ നിന്നിട്ട് നേഴ്സ് മടങ്ങി. സീത സെൽഫോൺ എടുത്ത് നാബി മജീദിന്റെ നമ്പറിലേക്ക് വിളിച്ചു. പക്ഷേ സ്വിച്ച്ഡ് ഓഫ് എന്നായിരുന്നു മറുപടി. ചിന്തയോടെ അവൾ ഫോൺ കൈവെള്ളിൽ പതുക്കെ അടിച്ചു. മകളെ തന്നെ ശ്രദ്ധിച്ചു കിടന്ന രുക്മിണി ചോദിച്ചു, ശിവജിയെ കിട്ടിയില്ല അല്ലേ മോളെ? ഇല്ല, ഞാൻ മജീദക്കെയാ വിളിച്ചത്. സാരമില്ല, നീ പോയി പണമടച്ചിട്ട് വാ. ഇവര് സമ്മതിക്കാതെ നമുക്കിവിടെ കഴിയാൻ പറ്റത്തില്ലല്ലോ. രുക്മിണി ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. മടുപ്പോടെ എന്നവണ്ണം സീത ക്യാഷ് കൗണ്ടറിനടുത്തേക്ക് പോയി. എന്തോ അടക്കം പറഞ്ഞുകൊണ്ടിരുന്ന 2 ജീവനക്കാർ അവളെ കണ്ട് അത് നിർത്തി. സീത പണം അടച്ചിട്ട് തിരിച്ചെത്തി. പിന്നെ സാധനങ്ങളൊക്കെ ഒരു ഷോൾഡർ ബാഗിലും 2 പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളുമാക്കി എടുത്തു. ഹോസ്പിറ്റലിന് പുറത്ത് കിടന്നിരുന്ന ഓട്ടോകളിൽ ഒന്നിൽ കയറിയാണ് അവർ ക്വാർട്ടേഴ്സിലെത്തിയത്. വാതിൽ തുറന്ന് അകത്തേക്ക് കാലുകുത്തുന്നതിനിടയിൽ സീത പറഞ്ഞു, സാധനങ്ങളൊക്കെ ചിതറിക്കിടക്കുക അമ്മേ. ചോര ഡേവിഡിന്റെ പോലീസുകാർ കാണിച്ച പരാക്രമം. ശിവജി അണ്ണനും മജീദക്കയും ചേർന്ന് കുറച്ചൊക്കെ നേരാക്കിയിട്ടുണ്ട്. ബാക്കിയൊക്കെ 1 മുതൽ അടുക്കി പെറുക്കി വയ്ക്കണം. ഇരുവരും അകത്തു കയറി. സീത ഉടൻ തന്നെ വാതിലടച്ച് ലോക്കിട്ടു. നിമിഷങ്ങൾക്കുള്ളിൽ വാർത്ത SI ചോര ഡേവിഡിന്റെ കാതുകളിലെത്തി. ക്രൂരമായ ഒരു ചിരിയോടെ അയാൾ എഴുന്നേറ്റു. തന്റെ ക്യാബിന് പിന്നിലുള്ള ചെറിയ വരാന്തയിലേക്ക് ഇറങ്ങി നിന്ന് അയാൾ ക്വാർട്ടേഴ്സിന് നേരെ നോക്കി. മുറ്റത്ത് നിന്ന് ഒരു ഓട്ടോ റോഡിലേക്ക് ഇറങ്ങുന്നത് കണ്ടു. നേരം സന്ധ്യ. പിടിച്ച ശർക്കര ഉണ്ടകൾ ചാക്കിലിടാൻ നേരമായപ്പോൾ മീനാക്ഷിയമ്മയോടും ദുർഗയോടും ചെല്ലനോടുമായി അവറാച്ചൻ പറഞ്ഞു, ഇനി നിങ്ങൾ പൊയ്ക്കോ, ഇതൊക്കെ ഞങ്ങൾ ശരിയാക്കിക്കൊള്ളാം. ചിലപ്പോ ശിവജി വീട്ടിലേക്ക് വന്നാലോ? നേരെ അമ്മച്ചി, നമുക്ക് പോകാം. അത് കേട്ടപ്പോഴേ ചെല്ലന് തിടുക്കമായി. ദുർഗയ്ക്ക് ചിരി വന്നു. ചെല്ലൻ ധൃതി വയ്ക്കുന്നതിന്റെ കാരണം അവൾക്കറിയാം. അവന് വിശന്നു തുടങ്ങിയിരിക്കുന്നു. നല്ല തണുപ്പും ആരംഭിച്ചിട്ടുണ്ട്. വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് മൂടി പൊതിച്ച് കിടന്നുറങ്ങുക. അവന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം അതാണ്. എങ്കിൽ രാവിലെ കാണാം അവറാച്ച. മീനാക്ഷിയമ്മ അയൽ കിടന്ന തോർത്തെടുത്ത് തോളിലിട്ടു. അതിനിടെ പിറുപിറുത്തു, ഇന്ന് അമരാവതി തള്ളയെ കണ്ടില്ലല്ലോ. കൊട്ടാഴ്ച വരാത്തതുകൊണ്ട് ചെവി കേൾക്കാമായിരുന്നു, പറഞ്ഞുകൊണ്ട് ചെല്ലൻ ആദ്യമിറങ്ങി. പിന്നാലെ ദുർഗയും മീനാക്ഷിയമ്മയും. റോഡ് സൈഡിലെ ചെറിയ കനാലിലൂടെ മന്നവൻ ചോലയിലെ സ്ഫടികം പോലെയുള്ള വെള്ളം ഒഴുകി വരുന്നു. ചെല്ലൻ കനാലിന് മീതെ കൂടി അപ്പുറത്തേക്ക് ചാടി. ഒന്ന് കുളിച്ചേച്ച് പോടാ ചെക്ക, നിന്നെ വേർപ്പ് നാറാതിരിക്കെങ്കിലും ചെയ്യുമല്ലോ, ദുർഗ പറഞ്ഞു. പിന്നെ ഈ തണുപ്പത്താ കുളിക്കുന്നേ. അവൻ റോഡിന്റെ അങ്ങേ തലക്കിൽ എത്തിക്കഴിഞ്ഞു. ദുർഗ കുനിഞ്ഞിരുന്ന് കൈക്കുമ്പിളിൽ വെള്ളം കോരി മുഖം കഴുകി. പിന്നെ കനാലിൽ ഇറങ്ങി നിന്ന് കൈകാലുകളും കഴുകി. വെള്ളത്തിന് കോരി കുടിക്കാൻ തോന്നിപ്പോകുന്ന തണുപ്പ്. അവൾ റോഡിലേക്ക് ഇറങ്ങുന്നതിനിടെ ഒന്നുകൂടി തിരിഞ്ഞു നോക്കി. കുന്നിൻ മുകളിൽ നിന്ന് നേർത്ത പഞ്ഞിക്കഷ്ണങ്ങൾ പോലെ മഞ്ഞിറങ്ങി വരുന്നു. വീട്ടിലെത്തുമ്പോൾ ട്രാക്ടർ ഡ്രൈവർ ചന്ദ്രൻ കാത്തിരിക്കുകയായിരുന്നു. എനിക്ക് പോണം മീനാക്ഷി അമ്മേ, ഈ രാത്രിയിലെങ്കിലും എൻ്റെ ഏതെങ്കിലും ഒരു ലക്ഷ്യം നടന്നെങ്കിലോ, അയാൾ പറഞ്ഞു. മീനാക്ഷിയമ്മ അയാളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. പുകയിളകി നിൽക്കുന്ന കണ്ണുകളും കല്ലിച്ച മുഖവും. ചന്ദ്ര, ഞാനൊരു കാര്യം പറഞ്ഞ നീ അനുസരിക്കുമോ? അമ്മ അയാളോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ ദുർഗയുടെ പുരുകം ചുളിഞ്ഞു. അടുക്കളയിലേക്ക് നടക്കാനാഞ്ഞ അവൾ അവിടെ തന്നെ നിന്നു.
മീനാക്ഷി അമ്മ തിരക്കി. നിന്റെ മനസ്സിൽ എന്താന്ന് എനിക്കറിയാം. പക്ഷേ മറ്റുള്ളവരോട് പ്രതികാരം ചെയ്താൽ നഷ്ടപ്പെട്ടു പോയവരെ നമുക്ക് തിരിച്ചു കിട്ടുമോ? ചന്ദ്രന്റെ കണ്ണുകൾ ഒന്നിടുങ്ങി. മീനാക്ഷി അമ്മ പറഞ്ഞു വരുന്നത് എൻ്റെ ഭാര്യയും മക്കളെയും കൊന്നവരെ ഞാൻ വെറുതെ വിടണമെന്നാണോ? നഷ്ടപ്പെട്ടു പോയവർ തിരിച്ചു വരില്ലെങ്കിലും കത്തിയെരുന്ന എൻ്റെ മനസ്സിന് ഒരാശ്വാസമെങ്കിലും കിട്ടത്തില്ലേ? എന്നാലും ചന്ദ്ര, മീനാക്ഷിയമ്മ ബാക്കി പറയുന്നതിന് മുമ്പ് ദുർഗ ഇടയ്ക്ക് കയറി. ഇക്കാര്യത്തിൽ ഞാൻ ചന്ദ്രേട്ടന്റെ കൂടെയാ. പ്രതികാരം ചെയ്യുക തന്നെ വേണം ചന്ദ്രേട്ട. അവര് കാരണം ഇനി ആർക്കും ദുരിതമുണ്ടാകാതിരിക്കാനെങ്കിലും അത് സഹായകമാകും. ദുർഗേ, മീനാക്ഷി അമ്മയ്ക്ക് ദേഷ്യം വന്നു. ഞാൻ പറഞ്ഞതിൽ എന്താണ് അമ്മ തെറ്റ്? അവൾ വീറോട് ചോദിച്ചു. അവനൊക്കെ കാരണം മറയൂരും കാന്തല്ലൂരും എത്ര ജീവിതങ്ങളാണ് നഷ്ടമായത്, എത്ര കുടുംബങ്ങളാണ് തകർന്നത്. ആദ്യം തന്നെ ആരെങ്കിലും ഈ ചന്ദ്രേട്ടനെ പോലെ ഒരു തീരുമാനം എടുത്തിരുന്നെങ്കിൽ അങ്ങനൊക്കെ സംഭവിക്കുമായിരുന്നോ? അവിടെ മീനാക്ഷി അമ്മയ്ക്ക് ഉത്തരം മുട്ടി. അതുകൊണ്ട് ചന്ദ്രേട്ട, ദുർഗ തുടർന്നു, മനസ്സിലെ അഗ്നി കെടാതെ നോക്കണം, കണക്കുകൾ തീർക്കണം. ചോര ഡേവിഡിനെ പോലുള്ളവരുടെ പിടിയിൽ പെടുകയും അരുത്. ഇല്ല ദുർഗെ, അപ്പോ ഞാനങ്ങോട്ട്. അയാൾ യാത്ര പറയുകയാണ്. കുറച്ചുകൂടി ഇരുട്ടിയിട്ട് പോകാൻ ചന്ദ്രേട്ട, ഭക്ഷണവും കഴിക്കാം. അതിനിടെ ഏട്ടം വരികയാണെങ്കിൽ കാണുകയും ചെയ്യാമല്ലോ. ചന്ദ്രൻ ഒരു മാത്ര ചിന്തിച്ചു നിന്നു. പിന്നെ സ്റ്റൂൾ വലിച്ചിട്ട് അതിലിരുന്നു. സമയം 7:30. ആദ്യ നീക്കത്തിനൊരുങ്ങിയത് കത്രിവക പരമവും കണ്ടെയ്നർ സാബുവുമാണ്. ചന്ദന ബാറിൽ നിന്നിറങ്ങിയ അവർ മറയൂർ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പിൻമുറ്റത്ത് ചെരിഞ്ഞ പാറയിലാണ് സമ്മേളിച്ചത്. സാബു മറ്റുള്ളവരെ നോക്കി. ഞങ്ങൾ അവറാച്ചന്റെ വീട്ടിലേക്കാണ് പോവുക. അവറാച്ചനും തമിഴന്മാരും കാന്തല്ലൂരിൽ നിന്ന് മടങ്ങാനുള്ളത് കൃത്യം അരമണിക്കൂർ കഴിഞ്ഞ് ചെയ്തിരിക്കും. നിങ്ങളപ്പോ ശിവജിയുടെ വീട്ടിലേക്ക് പുറപ്പെട്ടിരിക്കണം, മനസ്സിലായോ? ആയടക്കുവേ, നിങ്ങൾ വേഗം ചെല്ല്. ഇരുമ്പുകമാൽ കൈകൾ ഒന്ന് വീശിക്കുടഞ്ഞു. അയാളുടെ ഉള്ളിൽ ദുർഗയുടെ സുന്ദര രൂപം നിറഞ്ഞു നിന്നു. 2 വട്ടം തന്റെ കൈകളിൽ നിന്നും വഴുതിപ്പോയി അവൾ. ഇത്തവണ അങ്ങനെ ഉണ്ടാവില്ല. സാബുവും പരമും അടങ്ങുന്ന ഒരു സംഘം അപ്പോൾ തന്നെ പുറപ്പെട്ടു. കരിമ്പിൻ പാടത്ത് നടുവിലൂടെ വഴിയിലൂടെ തീക്കണ്ണുകൾ തെളിച്ചുകൊണ്ട് സുമോ പാഞ്ഞുപോയി. അവറാച്ചന്റെ വീട് അടഞ്ഞുകിടന്നു. അകത്ത് അയാളുടെ ഭാര്യയും മക്കളും സന്ധ്യാപ്രാർത്ഥനയിലാണ്. 4ഉം 8ഉം വയസ്സുള്ള കുട്ടികളാണ് അവറാച്ചന്. മൂത്തത് ആൺകുട്ടി, ഇളയത് പെണ്ണ്. മുറ്റത്തേക്ക് കയറി സുമോ നിന്നു. ചാച്ചന്റെ വണ്ടി അല്ലല്ലോ. പ്രാർത്ഥനയ്ക്കിടയിൽ ആൺകുട്ടി പിറുപിറുത്തു. ഗ്രേസി കണ്ണുകൾ തിരിച്ച് അവനെ ഒന്ന് നോക്കി. അടുത്ത നിമിഷം വാതിലിൽ തട്ടുകേട്ടു. കുട്ടികളോട് അവിടെ തന്നെ ഇരിക്കാൻ ആംഗ്യം കാണിച്ചിട്ട് അവർ എഴുന്നേറ്റ് വാതിൽക്കിലേക്ക് നടന്നു. ആരാ? അവറാച്ചനില്ലേ? പുറത്തുനിന്ന് മര്യാദയ്ക്കുള്ള ചോദ്യം. ഇല്ല, വരാറാകുന്നതേ ഉള്ളൂ, അവൾ പറഞ്ഞു. എങ്കിൽ വരുമ്പോ ഈ പണമങ്ങ് കൊടുത്തേച്ചാ മതി. ആ സംസാരത്തിൽ ഗ്രേസിക്ക് അസാധാരണമായി ഒന്നും തോന്നിയില്ല. അവൾ വാതിൽ തുറന്നു. അടുത്ത നിമിഷം കണ്ടെയ്നർ സാബുവും കത്രികപ്പരമവും അകത്തേക്ക് പാഞ്ഞു കയറി. മറ്റുള്ളവർ വാതിലടഞ്ഞു നിന്നു. ഏയ്, എന്താ ഇത്? നിങ്ങൾക്ക് എന്തു വേണം? ഗ്രേസി ഞെട്ടി 2 അടി പിന്നോക്കം മാറി. എന്തു വേണമെന്ന് പറഞ്ഞാലും നീ തരുമോ? ഒരു വഷളം ചിരിയോടെ പരമു അവളെ അടിമുടി നോക്കി. ഛീ! ഗ്രേസി മുഖം വെട്ടിച്ചു. പുറത്തെ ശബ്ദം കേട്ട് കുട്ടികൾ ഓടി വന്നു. കണ്ടെയ്നർ സാബു അവരെ നോക്കി ചിരിച്ചു. മക്കള് അത്താഴം കഴിക്കുമായിരുന്നോ? അല്ല, ആൺകുട്ടി പറഞ്ഞു. അത് നന്നായി. മാമന്മാർക്ക് വല്ലാതെ വിശക്കുന്നുണ്ട്. സാബു പുറത്തു നിന്നിരുന്നവരെ നോക്കി. നിങ്ങൾ പോയി നോക്ക്, വല്ലത് ഇരിപ്പുണ്ടോന്ന്. 2 പേർ അടുക്കളയിലേക്ക് നടന്നു. ഗ്രേസി അവരെ തടയാനാഞ്ഞു. നിങ്ങൾ പുറത്തിറങ്ങണം, അവൾ കൈ ചൂണ്ടി. അവരിൽ ഒരാൾ പറഞ്ഞു. മാറി നിൽക്കടി അങ്ങോട്ട്, അല്ലേ നിന്നെ തൊട്ടുകൂട്ടി ഞങ്ങൾ അത്താഴം കഴിക്കും. ഗ്രേസിക്ക് ദേഷ്യവും സങ്കടവും ഒന്നിച്ചുണ്ടായി. കുട്ടികൾ ഭയന്ന് അവളെ കെട്ടിപ്പിടിച്ചു. തന്റെ നിസ്സഹായതയിൽ ഗ്രേസിയുടെ കണ്ണുകൾ നിറഞ്ഞു തൂവി. അകത്തേക്ക് പോയവർ വലിയൊരു പാത്രത്തിൽ ചോറും മറ്റൊരു പാത്രത്തിൽ കോഴിക്കറിയും കൊണ്ടുവന്ന് കണ്ടെയ്നർ സാബുവിന്റെ മുന്നിലായി തറയിൽ വച്ചു. കോഴിക്കറിയുടെ സുഖകരമായ ഒരു ഗന്ധം അവിടെ പരന്നു. സാബുവും പരമവും മൂക്ക് വിടർത്തി അത് ആസ്വദിച്ചു. അവറാച്ചനെയും പാണ്ടിക്കഴുകറികളെയും ഉരുട്ടി ഊട്ടാൻ നീ ഉണ്ടാക്കി വെച്ചതാണിതൊക്കെ, അല്ലേടി? കത്രിക പരമു പല്ലുകൾ ഞെരിച്ചു. വയറ് വിശന്ന് കരിയുമ്പോ നീ ഇങ്ങനെ തമാശ പറഞ്ഞുകൊണ്ടിരിക്കാതെ പരമു. സാബു തറയിൽ പാത്രത്തിനരികിലിരുന്നു. പിന്നെ മറ്റുള്ളവർക്ക് നിർദ്ദേശം നൽകി. വാ, നിങ്ങളും ഇരിക്കി. 5 പേർ പാത്രങ്ങൾക്ക് ചുറ്റും ഇരുന്നു. ഗ്രേസിക്ക് സങ്കടം സഹിക്കാനായില്ല. അവറാച്ചായനും മറ്റും വരുമ്പോ ഇനി എന്തു കൊടുക്കും? കുഞ്ഞുങ്ങളും ഒന്നും കഴിച്ചിട്ടില്ല. വിശക്കുന്നു എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥന കഴിഞ്ഞ് കഴിക്കാമെന്ന് പറഞ്ഞത് താനാണ്.
കത്രിക പരമു ഇറച്ചിപ്പാത്രം ഉയർത്തി അപ്പാടെ ചോറിലേക്ക് കമിഴ്ത്തി. നമുക്ക് സമയം വളരെ കുറവാ, അതുകൊണ്ട് എങ്ങനെ തന്നെ അങ്ങ് വാരി തിന്നു. 5 പേരും ഒരു പാത്രത്തിൽ നിന്ന് ഇളക്കി വാരി കഴിക്കാൻ തുടങ്ങി. മക്കൾ സങ്കടത്തോടെ ഗ്രേസിയെ അള്ളി പിടിച്ചു. അതിനിടെ സാബുവിന്റെ തൊണ്ടയിൽ ചോറ് കുരുങ്ങി. വെട്ടിത്തിരിഞ്ഞ് അയാൾ ഗ്രേസിയെ നോക്കി അലറി. കാഴ്ച കണ്ടോണ്ട് നിൽക്കാതെ കുറച്ച് വെള്ളം എടുത്തോണ്ട് വാടി നായിന്റെ മോളെ. ഗ്രേസി ഭയന്നുപോയി. അവൾ പോയി വെള്ളം എടുത്തുകൊണ്ട് വന്നു. ഭക്ഷണം കഴിഞ്ഞ് അവർ എഴുന്നേറ്റു. പുറത്തിറങ്ങി കൈ കഴുകുന്നതിനു പകരം അയയിൽ കിടന്ന ഒരു വെള്ളമുണ്ടെടുത്ത് അവർ കൈ തുടച്ചു. നിങ്ങൾ പോകുന്നുണ്ടോ ഇല്ലയോ? സർവക്ഷമയും നശിച്ചതുപോലെ അവസാനം ഗ്രേസി അലറി. മിണ്ടി പോകരുത്. ഒറ്റ കുതിപ്പിൽ പരമു അവളുടെ അടുത്തെത്തി അണ്ടർവെയറിന്റെ പോക്കറ്റിൽ നിന്നും കത്രികയും എടുത്തു. അടുത്ത നിമിഷം അയാൾ ഗ്രേസിയുടെ മുടിയിൽ കുത്തിപ്പിടിച്ചു. അമ്മേ! കുട്ടികൾ നിലവിളിച്ചു. ആ വിളിക്കിടയിൽ തന്നെ ഗ്രേസിയുടെ തലമുടി മുറിഞ്ഞു വീണു. അയ്യോ, ഞങ്ങളുടെ അമ്മ ഒന്നും ചെയ്യല്ലേ! കുട്ടികളുടെ നിലവിളി അവറാച്ചന്റെ വീടിന്റെ ഭിത്തിയിൽ തല്ലി അലച്ചു. കത്രിക പരമുവിനെ ഗ്രേസിയിൽ നിന്ന് പിടിച്ചകറ്റാൻ കുട്ടികൾ കിണഞ്ഞു പരിശ്രമിച്ചു. കണ്ടെയ്നർ സാബുവും മറ്റു ഗുണ്ടകളും രസകരമായ ഒരു രംഗം കാണുന്ന അനുഭൂതിയിൽ അത് നോക്കി നിന്നു. കത്രിക പരമു ഗ്രേസിയുടെ ഒരു പിടി മുടി കൂടി മുറിച്ച് മേലേക്ക് എറിഞ്ഞു. പിന്നെ കുട്ടികളെ കുടഞ്ഞെറിഞ്ഞിട്ട് അലറി ചിരിച്ചു. ഇനി മിണ്ടിപ്പോയാ നിന്റെയൊക്കെ കഴുത്ത് ഞാൻ ഇതുപോലെ മുറിച്ചെറിയും. പിടിച്ചു നിർത്തിയതുപോലെ കുട്ടികളുടെ നിലവിളി നിന്നു. അവർ പൂക്കുല പോലെ വിറച്ചുപോയി. എടാ ദ്രോഹി! പരമുവിന്റെ കൈ തട്ടിക്കളഞ്ഞിട്ട് ഗ്രേസി മക്കളുടെ അടുത്തേക്ക് ഓടി. മുറിയുടെ മൂലയിൽ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിന്ന് അവർ പരമുവിനെ ശപിച്ചു. ദ്രോഹികളെ! ഈ ചെയ്യുന്നതിന്റെ ഫലം നീയൊക്കെ അനുഭവിക്കും. നെഞ്ചു പൊട്ടിയാടാ ഞാൻ പറയുന്നത്. കണ്ണീരിനിടയിൽ അവളുടെ കണ്ണുകൾ വജ്രം പോലെ തിളങ്ങി. പല്ലുകൾ ഞെരിഞ്ഞമർന്നു. നിന്റെ നെഞ്ച് മാത്രമല്ലടി ഇനി പൊട്ടാൻ പോകുന്നത്. കണ്ടെയ്നർ സാബു കൈ ചൂണ്ടി. വിളിക്കടി നിന്റെ ഭർത്താവ് കഴിവേറിയെ. ലെനിൻ മുതലാളിയുടെ കരിമ്പിൻ തോട്ടത്തിൽ ഇനി അവൻ കാൽ കുത്തിയ ആ ശിവജി പട്ടിക്ക് അവൻ കാവൽ കിടന്ന പിന്നെ അവനില്ല, ഓർത്തോ. സാബു വെട്ടിത്തിരിഞ്ഞു. അതിനിടെ മറ്റുള്ളവരോടായി പറഞ്ഞു, വരീൻ. ഓരോരുത്തരായി അവളെ തുറച്ചു നോക്കിയിട്ട് ആ സംഘം പുറത്തേക്കിറങ്ങി. സുമോ സ്റ്റാർട്ടായി പുറത്തെ ഇരുളിലൂടെ അകന്നുപോയി. കൊടുങ്കാറ്റടങ്ങിയ നിശബ്ദത. മുറിച്ചെറിയപ്പെട്ട തന്റെ മുടിയിലേക്ക് സങ്കടത്തോടെ നോക്കി നിശ്ചലം നിൽക്കുകയായിരുന്ന ഗ്രേസി പൊടുന്നനെ പിടഞ്ഞുണർന്നു. മക്കളെ തന്നിൽ നിന്ന് അടർത്തി മാറ്റിയിട്ട് അവർ ഫോണിനടുത്തേക്ക് ഓടി. അവറാച്ചന്റെ മൊബൈലിലേക്ക് വിളിച്ച് നെഞ്ചു പൊട്ടുന്ന ഒരു വിലാപത്തോടെ അവൾ കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞു. ഞാനിപ്പം വരാം ഗ്രേസി, നീ കരയണ്ട, അവറാച്ചൻ തിടുക്കത്തിൽ പറഞ്ഞു. ഒപ്പം കോൾ കട്ടായി. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു ട്രാക്ടറിന്റെ ശബ്ദം കേട്ടു. ഗ്രേസി മക്കളുമായി വാതിൽക്കലെത്തി. മുറ്റത്ത് വന്നു നിന്ന ട്രാക്ടറിൽ നിന്നും കുതിച്ചിറങ്ങുകയായിരുന്നു അവറാച്ചൻ. ഭാര്യയുടെയും മക്കളുടെയും അടുത്തേക്ക് അയാൾ ഓടിയെത്തി. ഗ്രേസി! അച്ചായ! ഒരു വിലാപത്തോടെ അവൾ അയാളുടെ നെഞ്ചിലേക്ക് വീണു. ചാച്ചാ! മക്കളും അയാളെ കെട്ടിപ്പിടിച്ചു. ഏതാനും നിമിഷം അവർ അങ്ങനെ തന്നെ നിന്നു. അതിനിടെ ഗ്രേസിയെ ആശ്വസിപ്പിക്കാൻ എന്നവണ്ണം അവറാച്ചൻ അവളുടെ മുടിയിഴകളിൽ മെല്ലെ തടവി. മുറിമുടിയിൽ അയാളുടെ കൈകൾ ഉടക്കി. കുട്ടികളെ തന്നിൽ നിന്നും വേർപെടുത്തിയിട്ട് അവറാച്ചൻ ആ മുടിയിലേക്ക് നോക്കി. ഗ്രേസിയുടെ തല കുനിഞ്ഞു. അവറാച്ചന്റെ കണ്ണുകൾ മുറിയാകെ വട്ടം ചുറ്റി. തറയിൽ ചിതറിക്കിടക്കുന്ന മുറിഞ്ഞ മുടിയിലൂടെയും ഭക്ഷണം കഴിച്ച പാത്രങ്ങളിലൂടെയും കത്തുന്ന ആ മിഴികൾ തെന്നി നീങ്ങി. കത്രിക പരമു! അവനാണോ ഗ്രേസി ഇവിടെ വന്നത്? അയാളുടെ നോട്ടം വീണ്ടും ഭാര്യയുടെ നേർക്കായി. അതെനിക്ക് അറിയില്ല ചായ, പക്ഷേ എൻ്റെ മുടി മുറിച്ചവനെ മറ്റുള്ളവർ വിളിച്ചത് പരമൂന്ന് തന്നെയാ. അപ്പോൾ അവൻ? അയാൾ തിരിഞ്ഞു വാതിൽക്കിലേക്ക് നോക്കി. തമിഴന്മാർ ആജ്ഞ കാത്ത് നിരന്നു നിൽക്കുകയാണ്. കത്രിക പരമു! അവൻ എവിടെ ഉണ്ടെങ്കിലും എനിക്ക് വേണം, ഈ രാത്രി തന്നെ. തമിഴർ തലകുലുക്കി. വേണ്ട ചായ. ഗ്രേസി അയാളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. വഴക്കിന് പോയ അവന്മാർ ഇനിയും വന്നാലോ? കണ്ണിൽ ചോരയില്ലാത്തവരാ അവന്മാര്. നിഷേധഭാവത്തിൽ അവറാച്ചൻ തലയാട്ടി. ഇതിങ്ങനെ വിട്ടാ പറ്റത്തില്ല ഗ്രേസി. ഇന്ന് അവരിത്രയും കാണിച്ചു. മിണ്ടാതിരുന്ന അവരിനിയും ഈ വീട്ടിൽ കയറി മേയാൻ വരും. അത് പാടില്ല. അയാൾ തറയിൽ കിടന്ന എച്ചിൽ പുരണ്ട തന്റെ മുണ്ടെടുത്ത് തമിഴന്മാർക്ക് നേരെ എറിഞ്ഞു കൊടുത്തു. ഇതും കൂടി വച്ചോ. അയാൾ തിരിഞ്ഞ് ഭാര്യയുടെ തോളിൽ കൈവച്ചു. ഇനി ഈ കണ്ണുകൾ നനയാൻ പാടില്ല. അത് ഞാൻ അനുവദിക്കില്ല. എന്നാലും അച്ചായ. വേണ്ട. അയാൾ കൈ ഉയർത്തി. നീയും കുട്ടികളും വാതിലടച്ചു കിടന്നു. ഞാനല്ലാതെ ആര് വന്ന് വിളിച്ചാലും ഇനി തുറക്കരുത്. അനിഷ്ടത്തോടെയാണെങ്കിലും അവൾ തലയാട്ടി. അവറാച്ചൻ മുണ്ട് മടക്കി കുത്തി ഉറച്ച ചുവടുകളോടെ പുറത്തേക്ക് നടന്നു. ട്രാക്ടർ സ്റ്റാർട്ടായി. അപ്പോൾ ഇരുമ്പ് കമാലും ടിപ്പർ ശെല്ലവും അടങ്ങുന്ന സംഘം കാന്തല്ലൂരിൽ ശിവജിയുടെ വീടിനോട് അടുക്കുകയായിരുന്നു ഒരു ജീപ്പിൽ. പൊടുന്നനെ കമാലിന്റെ പോക്കറ്റിൽ കിടന്ന സെൽഫോൺ ഒന്ന് വിറച്ചു. അയാൾ അതെടുത്ത് നമ്പർ നോക്കി. ലെനിൻ.
നിങ്ങൾ എവിടാ കമാലെ? കോൾ അറ്റൻഡ് ചെയ്തതും ലെനിന്റെ ശബ്ദം കേട്ടു. അവന്റെ വീടിനോട് അടുത്തോണ്ടിരിക്കുവാ മുതലാളി. അവനെപ്പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇല്ല. സാരമില്ല, അവളെ ഇങ്ങ് കൊണ്ടുവാ, ദുർഗയെ. ഏത് മാളത്തിൽ ഒളിച്ചിരുന്നാലും അവൻ അപ്പൊ പുറത്തു വരും. ശരി മുതലാളി. ആ പിന്നെ, ഇത്തവണ പരാജയം പറ്റരുതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് മറക്കണ്ട. ഇല്ല, ഇത്തവണ ഞങ്ങൾ അവളെ കൊണ്ടുവന്നിരിക്കും. തികഞ്ഞ ആത്മവിശ്വാസമുണ്ടായിരുന്നു കമാലിന്റെ ശബ്ദത്തിൽ. ഓക്കെ, ഞാൻ തോട്ടത്തിലെ നമ്മുടെ കെട്ടിടത്തിലുണ്ടാവും. കോൾ കട്ട് ചെയ്തിട്ട് ലെനിൻ തന്റെ അരികിലിരുന്ന SI ചോര ഡേവിഡിനെ നോക്കി. അവൾ നമ്മുടെ കയ്യിൽ കിടന്ന് ഇന്ന് പിടയ്ക്കും ഡേവിഡ് സാറേ. ഡേവിഡ് നാവ് നീട്ടി ചുണ്ടൊന്ന് നനച്ചു, ചോര നക്കുന്ന ചെന്നായെ പോലെ. അപ്പോ ഈ രാത്രി സംഭവ ബഹുലമായിരിക്കും അല്ലേ ലെനിൻ മുതലാളി? നമ്മൾ വെച്ച കെണിയിലേക്ക് ശിവജി താനെ വന്നു വീഴും. പുറത്തൊരു കാറ്റ് വീശി. ആ കാറ്റിൽ കരിമ്പോലകൾ മുടിയഴിച്ചാടി. കാന്തല്ലൂരും അത്തരം ഒരു കാറ്റ് കുന്നിറങ്ങി വന്നു. പഞ്ഞി പോലെ മഞ്ഞ് ചിതറി പറന്നുകൊണ്ടിരുന്നു. കാറ്റിൽ വൃക്ഷങ്ങൾ ഉലയുന്ന ശബ്ദത്തിനിടയിൽ റോഡിൽ വന്നു നിന്ന വാഹനത്തിന്റെ ഒച്ച മീനാക്ഷിയമ്മയോ ദുർഗയോ കേട്ടില്ല. തകരവാതിൽക്കൽ തട്ടുന്ന ശബ്ദം കേട്ടപ്പോൾ കാറ്റിന്റെ ഒലിച്ചിലായിരിക്കുമെന്നാണ് അവർ ആദ്യം കരുതിയത്. പക്ഷേ അടുത്ത നിമിഷം തകരവാതിൽ തകർന്നു വീണു. മീനാക്ഷിയമ്മയും ദുർഗയും നടുങ്ങി തിരിഞ്ഞു. അവൾ മാത്രമല്ല, തറയിൽ ചമ്രം അടിഞ്ഞിരുന്ന് കഞ്ഞിയും ചമ്മന്തിയും കഴിക്കുകയായിരുന്ന ട്രാക്ടർ ഡ്രൈവർ ചന്ദ്രനും തിരിഞ്ഞു നോക്കി. ഭക്ഷണം കഴിക്കാതെ പോകേണ്ടെന്ന് ദുർഗ പറഞ്ഞതിനാൽ അയാൾ പോയിരുന്നില്ല. ചെല്ലൻ മാത്രം ഒന്നും അറിയാതെ മൂടി പുതച്ച് കിടന്നുറങ്ങുകയാണ്. അകത്തേക്ക് കുതിച്ചു വന്ന ഇരുമ്പ് കമാലും ടിപ്പർ ശെൽവവും ഗ്ലാസ് ഭിത്തിയിൽ മുട്ടിയതുപോലെ ഒന്ന് നിന്നു. ഞൊടിയിടയിൽ തന്നെ ചന്ദ്രന് ആളെ മനസ്സിലായി. കഞ്ഞിപ്പാത്രം മുന്നോട്ട് നീക്കിവെച്ച് അയാൾ എഴുന്നേറ്റു. മീനാക്ഷി അമ്മയ്ക്കും ദുർഗയ്ക്കും മുന്നിൽ ഒരു രക്ഷാ കവചം പോലെ അയാൾ നിന്നു. എന്താ കമാലെ പ്രശ്നം? കമാൽ ഒന്ന് പതറി. അത് ചന്ദ്രേട്ട. കാറ്റിൽ കമാലിന്റെ നീണ്ട മുടിയിഴകൾ ഇളകി പറന്നുകൊണ്ടിരുന്നു. വിളക്കിന്റെ നാളം മുലഞ്ഞു. വെറുതെ വന്നതാണെങ്കിൽ മടങ്ങിപ്പോക്കോ കമാലെ. ശാന്തമായിരുന്നു ചന്ദ്രന്റെ ശബ്ദം. കമാലും ശെൽവവും പരസ്പരം ഒന്ന് നോക്കി. പിന്നെ മിഴിയനക്കാതെ ഇരുവരും ചന്ദ്രനെ തന്നെ നോക്കി നിന്നു. അല്പം കഴിഞ്ഞപ്പോൾ കമാൽ പറഞ്ഞു, ചന്ദ്രേട്ടൻ ഇടപെടേണ്ടാത്ത ഒരു കേസായത്. ദയവായി ഞങ്ങളോട് സഹകരിക്കണം. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ അടക്കുവേ? ഞാൻ ഇവിടെ ഉള്ളപ്പോ ഒരു പ്രശ്നമുണ്ടായാ എനിക്ക് ഇടപെടാതിരിക്കാൻ കഴിയുമോ? അല്ലെ ശിവജി ചോദിക്കുമ്പോ ഞാൻ എന്ത് ഉത്തരം പറയും? ചന്ദ്രേട്ട, മര്യാദയുടെ ഭാഷയിലാ ഞങ്ങൾ സംസാരിക്കുന്നത്. അയാളുടെ വാക്കുകളിലെ ഭീഷണി ചന്ദ്രൻ തിരിച്ചറിഞ്ഞു. ഞാനും. ചന്ദ്രൻ ചിരിച്ചു. കാറ്റിന് ശക്തി കൂടിക്കൊണ്ടിരുന്നു. തകരവാതിൽ വിശറി പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ചു. മുടിഞ്ഞ കാറ്റ്. ഉറക്കത്തിൽ പിറുപിറുത്തുകൊണ്ട് ചെല്ലൻ പുതപ്പ് ഒന്നുകൂടി വലിച്ചിട്ടു. പിന്നെ ചത്ത ചെമ്മീനെ പോലെ വളഞ്ഞു കൂടിക്കിടന്നു. മീനാക്ഷിയമ്മയും ദുർഗയും ഇനി എന്ത് സംഭവിക്കുമെന്ന ഭീതിയിൽ ശ്വാസം പോലും നിയന്ത്രിച്ചു നിൽക്കുകയാണ്. ഈ കളി നമുക്ക് അവസാനിപ്പിക്കണ്ടേ ചന്ദ്രേട്ടാ? കമാൽ ഷർട്ടിന്റെ പിന്നിലേക്ക് കൈകടത്തി എന്തിലോ പരത്തിക്കൊണ്ട് തിരക്കി. പിന്നെ വേണം. ചന്ദ്രേട്ടനും തന്റെ അരക്കെട്ടിൽ തടവി. എനിക്കാണെ വിശപ്പും തീർന്നിട്ടില്ല, ബാക്കി കഞ്ഞിയും കൂടി കുടിക്കണം. എടോ ചന്ദ്രേട്ടാ. അതുവരെ മിണ്ടാതെ നിന്ന ടിപ്പർ ശെൽവത്തിന്റെ ഭാവം മാറി. താൻ ആശുപത്രിയിൽ നിന്ന് ചാടിപ്പോന്നത് ആരാണ്ട് ചെരക്കാനെന്നൊക്കെ പറയുന്നു കേട്ടു. അത് തന്റെ കാര്യം. തന്റെ ഭാര്യയും പിള്ളേരും ചത്തു പണ്ടാരമടങ്ങിയതിൽ എനിക്കോ ഈ കമാലിനോ യാതൊരു പങ്കുമില്ലതാനും. അപ്പൊ പിന്നെ നമ്മൾ തമ്മിൽ ഒരു മത്സരം വേണോ? വേണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ചന്ദ്രൻ മീശത്തുമ്പുകൾ മേലേക്കൊന്ന് തള്ളി. ശെൽവം പറഞ്ഞു, താൻ കളി കണ്ടുകൊണ്ട് മാറി നിന്നോണം. റഫറി ആയിട്ട് പോലും ഇടയിലേക്ക് വരരുത്. തന്നേക്കാൾ ഒത്തിരി ചെറുപ്പമാ ഞങ്ങളുടെ ചോര. മുന്നും പിന്നും നോക്കാത്തവരാ ഞങ്ങളും. ഈ പൊങ്കച്ചിനെ കൊണ്ടുപോകാനാ ഞങ്ങൾ വന്നേക്കുന്നത്. അത് സാധിച്ചിട്ടേ ഞങ്ങൾ പോകൂ. അതിനിടെ കയറി അലമ്പാക്കല്ലേ. ശെൽവം ഒരടി കൂടി മുന്നോട്ട് വെച്ചു. നിൽക്ക്. ചന്ദ്രൻ കൈ ഉയർത്തി. ശെൽവം നിന്നു. പുരികങ്ങൾ ചുളിഞ്ഞ് പരസ്പരം കൂട്ടിമുട്ടി. എന്താ? ഞാനും നീയും തമ്മിൽ യാതൊരു പ്രശ്നമില്ലെന്ന് നിനക്ക് ഉറപ്പാണോടാ? അതെ. ശെൽവത്തിനൊന്നും മനസ്സിലായില്ല. എങ്കിൽ കേട്ടോ. മണ്ണാരപ്പെട്ടിയിൽ വെച്ച് നീ പോലീസ് ജീപ്പിൽ ഒരു ടിപ്പർ ഇടിച്ച് കയറ്റിയില്ലേ? അതിനുള്ളിൽ ഞാനും ഉണ്ടായിരുന്നു. നിനക്കറിയാമോ? ഇത്തവണ ശെൽവം അമ്പരന്ന് പോയി. ജീപ്പ് തരിപ്പണമാക്കണമെന്നും അതിലുള്ള ആര് രക്ഷപ്പെടുന്നെന്നും മാത്രമായിരുന്നു അന്ന് ലെനിൻ മുതലാളി പറഞ്ഞിരുന്നത്. അതിൽ ഇയാളും ഉണ്ടായിരുന്നു. അയാളുടെ മൗനം മനസ്സിലാക്കി ചന്ദ്രൻ തുടർന്നു. നിങ്ങൾ ആരുടെ നിർദ്ദേശപ്രകാരമാ വന്നിരിക്കുന്നതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇവരെ ഒന്ന് തൊടാൻ പോലും നിങ്ങളെ ഞാൻ അനുവദിക്കില്ല. അതല്ല, എന്നെ തോൽപ്പിച്ച് ഇവരെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ വന്നോ.
ആവേശം മൂത്തതുപോലെ ചന്ദ്രൻ അവരെ കൈയാട്ടി വിളിച്ചു. ഒപ്പം ഇടുപ്പിൽ നിന്നും ചന്ദ്രൻ കടാര വലിച്ചെടുക്കുകയും ചെയ്തു. ഇരുമ്പു കമാലും ശെൽവവും പരസ്പരം ഒന്നുകൂടി നോക്കി. നിങ്ങൾ അങ്ങോട്ട് മാറി നിൽക്കും മീനാക്ഷിയമ്മേ. തിരിഞ്ഞു നോക്കാതെ തന്നെ ചന്ദ്രൻ പിന്നിലേക്ക് ആംഗ്യം കാണിച്ചു. മീനാക്ഷിയമ്മയും ദുർഗയും മാറി നിന്നു. അവർക്ക് ഹൃദയമെടുപ്പ് പരസ്പരം കേൾക്കാം എന്ന അവസ്ഥയായി. അടുത്ത നിമിഷം ഇരുമ്പു കമാൽ പിന്നിലേക്ക് കൈകടത്തി. അറ്റം വളഞ്ഞു കൂർത്ത തിരുപ്പാച്ചി വാൾ ഷർട്ടിന്റെ കോളറിനടിയിൽ നിന്നും വലിച്ചെടുത്തു. വിളക്കിന്റെ വെളിച്ചത്തിൽ അതിന്റെ വായ്ത്തല വെള്ളി പോലെ വെട്ടിത്തിളങ്ങി. ചന്ദ്രന്റെ കണ്ണുകൾ ജാഗരൂകമായി. ശെൽവ മാത്രം ആയുധമൊന്നും എടുത്തില്ല. പക്ഷേ അവനൊന്ന് മലക്കം മറിഞ്ഞു. പിന്നെ തകരഭിത്തിയിൽ കാൽകുത്തി പറന്നു വന്നു. മീനാക്ഷിയമ്മയും ദുർഗയും നിലവിളിച്ചു പോയി. ചന്ദ്രൻ കത്തി ആഞ്ഞു വീശി. ശെൽവം തെന്നിയൊഴിഞ്ഞ് തറയിൽ കാൽകുത്തി നിന്നത് തറയിൽ കിടന്നുറങ്ങിയ ചെല്ലന്റെ മേൽ. അയ്യോ, മലയിടിഞ്ഞു വരുന്നേ! അലറിക്കൊണ്ട് ചെല്ലൻ ചാടി എഴുന്നേറ്റു. ശെൽവത്തിന്റെ ബാലൻസ് പോയി. അയാൾ ചന്ദ്രന്റെ മുന്നിലേക്ക് മൂക്കുകുത്തി. ചന്ദ്രൻ അയാളുടെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് മേലേക്ക് ഉയർത്തി. പിന്നെ ഉരുക്കു വലയം പോലെ ഇടതുകൈ ആ കഴുത്തിലൂടെ കുത്തി. ശെൽവത്തിന്റെ മൊട്ടത്തലയിൽ കത്തിമുന കൊണ്ട് പൂറി. ടിപ്പർ കഴിവേറി, കളി എന്നോടാ അല്ലേ? കത്തിമുന പൂറിയ ഭാഗത്ത് വാഴത്തടയിൽ നിന്ന് കറയൊലിക്കുന്നത് പോലെ ചോര പനച്ചു വന്നു. ഇരുമ്പുകമാൽ മിഴിച്ചു നിന്നു. സെക്കൻഡുകൾക്കുള്ളിലാണ് ഇത്രയും നടന്നത്. മോനെ കമാലേ, നീ മൂന്നാറിന് തിരിച്ചുപോ. ഉന്മാദം പിടിപെട്ടതുപോലെ ചന്ദ്രൻ അലറി. അല്ലെങ്കിൽ ഞാൻ ഇവന്റെ ഉയിരെടുക്കും. ഇരുമ്പു കമാലിന്റെ മുഖത്ത് വിയർപ്പ് കണങ്ങൾ ഉരുണ്ടുകൂടി. അയാൾ കൈവിരലുകൾ മടക്കി എന്തോ എണ്ണുന്നത് ചന്ദ്രൻ കണ്ടു. പെട്ടെന്ന് വീടിന്റെ പിൻവാതിൽ തകർന്നു വീണു. ചന്ദ്രന് തിരിഞ്ഞു നോക്കാനുള്ള നേരം പോലും കിട്ടിയില്ല. അതിനു മുമ്പ് രണ്ടുപേർ ചാടി വീണു. ആദ്യത്തെ അടി ചന്ദ്രന്റെ തലക്കേറ്റു. വല്ലാത്തൊരു ശബ്ദം അയാളിൽ നിന്നുണ്ടായി. ശെൽവത്തിന്റെ കഴുത്തിൽ നിന്ന് ചന്ദ്രന്റെ കൈ അയഞ്ഞു. ചത്ത പാമ്പ് ചുറ്റഴിക്കുന്നത് പോലെ ചന്ദ്രൻ തറയിലേക്ക് ഊർന്നു വീണു. അത് കണ്ട് ചെല്ലൻ പുറത്തേറിലേക്ക് ഓടിപ്പോയി. ദുർഗയ്ക്കോ മീനാക്ഷിയമ്മയ്ക്കോ ചലിക്കാൻ പോലും ആയില്ല. ഇരുമ്പുകമാൽ അവരുടെ മുന്നിലേക്ക് യാതൊരു തിടുക്കവും കൂടാതെ ചെന്നു. ദുർഗയെ വിജയഭാവത്തിൽ അയാൾ നോക്കി. 2 തവണ നീ രക്ഷപ്പെട്ടു. ഇത്തവണ ഒന്നുകൂടി നോക്കടി. അയാൾ തിരുപ്പാച്ചി അവളുടെ കഴുത്തിൽ അമർത്തി തോളിൽ ചേർത്ത് വെച്ചു. പോടാ. അവൾ അത് തട്ടിക്കളയാൻ ശ്രമിച്ചു. അടുത്ത നിമിഷം അയാൾ കൈവീശി ഒറ്റയടി. അമ്മേ! വിലപിച്ചുപോയി ദുർഗ. അവൾ താഴെ വീഴാൻ ഭാവിച്ചപ്പോൾ കമാൽ കുനിഞ്ഞു. ഒരു ചെറിയ നേന്ത്രക്കുല എടുക്കുന്ന ലാഘവത്തോടെ അയാൾ അവളെ തോളിലേറ്റി. എടാ, എന്റെ കുഞ്ഞിനെ വിട്! മീനാക്ഷിയമ്മ ചീറി മുന്നോട്ടാഞ്ഞു. മിന്നൽ പോലെ കമാൽ ഒന്ന് കറങ്ങി. തിരുപ്പാച്ചി തുമ്പ് എന്തിലോ ഒന്ന് പൂളിപ്പോയി. ആ! മീനാക്ഷിയമ്മ തന്റെ വയറ്റത്തേക്ക് നോക്കി. അവിടെ കുറുകെ ഒരു ചുവന്ന വര. അവർ നോക്കിയ നിമിഷം ആ വര വലുതായി. അതുവഴി ഓലപ്പുരയിൽ നിന്ന് മഴവെള്ളം ഒലിക്കുന്നത് പോലെ ചോരത്തുള്ളുകൾ ഇറ്റു വീണു തുടങ്ങി. അമ്മേ! ദുർഗ അലറിക്കരഞ്ഞുകൊണ്ട് കൈകാലടിച്ച് പിടഞ്ഞു. ഒരു കൊച്ചുകുട്ടിയുടെ തമാശ എന്ന വണ്ണം നേർത്ത ചിരിയോടെ അവളുമായി ഇരുമ്പു കമാൽ പുറത്തേക്ക് നടന്നു. പിന്നിലൂടെ വന്ന ടിപ്പർ ശെൽവം അവളുടെ മുഖത്തിനു മീതെ കൈപ്പടം അമർത്തി. 20 മിനിറ്റിന് ശേഷം കാന്തല്ലൂരിലെ ലെനിന്റെ കരിമ്പിൻ തോട്ടം. ചെറിയ ഒരു കെട്ടിടത്തിനുള്ളിൽ കൈകൾ പിന്നിലേക്ക് ചേർത്ത് കെട്ടിയ നിലയിൽ ഒരു തൂണിൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് ദുർഗ. തുറന്ന വായിലൂടെ ഒരു തുണി തൂണിൽ ചേർത്ത് കെട്ടിയിട്ടുണ്ട്. തെളിഞ്ഞു നിൽക്കുന്ന റാന്തൽ വിളക്കിന്റെ വെളിച്ചത്തിൽ ലെനിനും ഇൻസ്പെക്ടർ ചോര ഡേവിഡും കമാലും ശെൽവവും ചില ഗുണ്ടകളും അടങ്ങുന്ന സംഘം മദ്യസേവയുടെ അവസാന ഘട്ടത്തിലാണ്. ഇടയ്ക്കിടെ ലെനിനും ഡേവിഡും അവളെ തലതിരിച്ച് നോക്കുന്നുണ്ട്. നീ ആരാടി പുല്ലേ? കാന്തല്ലൂരെ ഝാൻസി റാണിയോ? ലെനിൻ പല്ലിറുമി. സംസാരിക്കാൻ കഴിയുന്നില്ലെങ്കിലും അവജ്ഞ നിറഞ്ഞ ഒരു ഭാവം ദുർഗയുടെ മുഖത്ത് മിന്നി. കണ്ടില്ലേ, ഇപ്പോഴും അവളുടെ ഒരു ചങ്കൂറ്റം. ലെനിൻ ഡേവിഡിനെ നോക്കി. എനിക്ക് എതിർക്കുന്ന യുവതികളെയാണ് ഇഷ്ടം. സാറിനോ? എതിർത്താലും ഇല്ലെങ്കിലും എനിക്ക് യുവതികളെ ഭയങ്കര ഇഷ്ടമാണ്. ഇരുവരും ഉറക്കെ ചിരിച്ചു. കുട്ടിയാനയുടേതുപോലെയുള്ള ശരീരവുമായി ചോര ഡേവിഡ് എഴുന്നേറ്റു. വേച്ച് വേച്ച് അയാൾ ദുർഗയുടെ അടുത്തേക്ക് നീങ്ങി. ദുർഗ ഇമകൾ മാത്രം ചലിപ്പിച്ച് അയാളെ നോക്കിക്കൊണ്ടിരുന്നു. ഉള്ള കാര്യം പറയാമല്ലോ കൊച്ചെ, നീ നല്ല കാശ്മീർ ആപ്പിൾ പോലെയാ. അയാൾ അവളുടെ കവിളിൽ അരുമയോടെ തലയിടി. അവൾ വല്ല വിധേനയും മുഖം വെട്ടിച്ചു. എന്താടി നിനക്കൊരു പൊജ്ഞ? ഡേവിഡ് ചുണ്ടുകൊട്ടി. നിന്റെ അവജ്ഞയും പുച്ഛമൊക്കെ ഇന്ന് അഴിഞ്ഞു വീഴാൻ പോകുക അവിടെ. ഒപ്പം നിന്റെ ഉടുതുണി. കാന്തല്ലൂരിലെ റാണിയെ ഞങ്ങളൊക്കെ ഇന്ന് കൺകുളിർക്കെ കാണാൻ പോവുകയാ, പച്ചയായിട്ട്. ആ വൃത്തികെട്ട വാക്കുകൾക്കൊപ്പം മദ്യത്തിന്റെ രൂക്ഷഗന്ധം കൂടി മുഖത്തടിച്ചപ്പോൾ ദുർഗ കണ്ണുകൾ ചേർത്തടച്ചു. എങ്കിലും പോളകളെ പിളർത്തി 2 തുള്ളികൾ താഴേക്കൊഴുകി കവിളിലേക്ക് വീണു. അടുത്ത നിമിഷം
ഡേവിഡ് അവളുടെ മാറിൽ നിന്ന് സാരിത്തുമ്പ് വലിച്ചു മാറ്റി ആർത്തിയോടെ നോക്കി. ദുർഗയുടെ ഉടൽ ഒന്ന് വെട്ടിവിറച്ചു. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീണ്ടും കാണാം. നന്ദി.